പ്രൈസ് ദ ലോർഡ്. സൗണ്ട് അതിന് പഴയ വണ്ടി തന്നെ വേണം. എന്നാ പറ, ഏതാ വണ്ടി? 1978 മോഡൽ SD, നമ്മുടെ പീലിപ്പോസിന്റെ വണ്ടി. എന്നാ പിന്നെ നീ കിട്ടോ. പീലിപ്പോസേ ഇവിടെ ഇല്ലായിരുന്നോ? നിന്ന നിപ്പിൽ വേളാങ്കണ്ണി വരെ ഒന്ന് പോണോന്ന് തോന്നി. ഇന്നലെ രാത്രി വന്നു. യാത്രയുടെയാണോ? മുഖത്തൊരു വാട്ടം. അല്ലച്ചോ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഞാനൊരു കാഴ്ച കണ്ടു. എവിടെ? വേളാങ്കണ്ണി വെച്ചോ? അല്ലച്ചോ, ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പം എന്റെ SDയുടെ ചുറ്റിലും ഒരു മാലാഹ കൂട്ടം. എന്റെ പീലിപ്പോസേ, വേളാങ്കണ്ണി പോയിട്ട് വരുമ്പോ അവരേത് പടം ഇട്ടേ? ഏതോ ഒരു തമിഴ് പടം. ചിലപ്പോ ചില സിനിമയൊക്കെ കണ്ടു കിടന്ന അതിനകത്തെ ചില സീൻ സ്വപ്നത്തിൽ കാണും. അതിന് ഞാൻ കിടന്നില്ലച്ചോ, കിടക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ബൈബിളൊക്കെ വായിച്ചേച്ച് കിടന്നു. അതിന് ഞാൻ ഉറക്കത്തിലല്ല. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു. ആ ആ അച്ചോ, വേറൊരു സംശയം. ഈ സെൽഫി എടുക്കുന്നത് എങ്ങനെയാ അച്ചോ? ഞങ്ങളൊന്ന് വേളാങ്കണ്ണിക്ക് പോയപ്പോഴേ ബസ്സിനകത്ത് മൊട്ടയെന്ന് വിരിയാത്ത 2 പിള്ളേര് ഒടുക്കത്തെ സോറി അച്ചോ സെൽഫി എടുപ്പായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ഇതിന്റെ ക്യാമറ തിരിഞ്ഞിരിക്കുവാ. ഈ ഐഫോണൊക്കെ എവിടെ നിന്ന് കിട്ടി? എന്റെ സ്ക്രീൻ പൊട്ടിപ്പോയല്ലോ. ഓ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. 1.5 അടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് അങ്ങ് വീണു. അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നതാ. ദാണ്ടെ ഇവിടെ ഒന്ന് തൊട്ടാ മതി. ഓ, ക്യാമറ തിരിഞ്ഞ കണ്ടോ? ഓ, ചേർന്നേക്ക്, നമുക്കൊരു സെൽഫി എടുക്കാം. ഇത് സംഭവം ഒരു 4-4.5 കൊല്ലം കഴിയുമ്പോൾ ഓണാവാൻ ഒരു നാണം ഉണ്ടെന്ന് പറഞ്ഞാലും ഫോൺ അത് ഐഫോണാണ്. പീലിപ്പോസേ ഫോൺ ആണോ? പീലിപ്പോസേ, ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പം കർത്താവായിട്ട് കാണിച്ചു തന്ന മാർഗമാണ് ഈ സെൽഫി. പീലിപ്പോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സെൽഫി എടുത്തു. സെൽഫി എന്ന് പറയുന്നത് ഒരു തരം സെൽഫ് റിഫ്ലക്ഷനാണ്. ആണോ? ഇറ്റ്സ് മെഡിറ്റേഷൻ. നാളെയാണ് കേരള സംസ്ഥാന യഹൂദിയായിലേ. അച്ചോ, സെൽഫി കർത്താവ് എവിടെ? അയ്യോ, കർത്താവാണ്. ഞാൻ ആ പടം എടുത്തതാണച്ചോ. നോക്കട്ടെ. എന്റെ പീലിപ്പോസെ നോക്ക്, ലാസ്റ്റ് പടം നമ്മളെടുത്ത സെൽഫി അല്ലയോ? സത്യമായിട്ട് ഞാൻ എടുത്തച്ചോ. പീലിപ്പോസെ ഇങ്ങ് വാ, ചോദിക്കട്ടെ. പീലിപ്പോസെ, ഇത് കുമ്പസാര കൂടെ അല്ലേലും ഉള്ള സത്യം നീ തുറന്നു പറയണം. ഈ വണ്ടി നീ മോഷ്ടിച്ചതല്ലേ? അല്ലച്ചോ, മാനസാന്തരപ്പെട്ട് 7 കൊല്ലം മുമ്പ് മൂത്ത അച്ഛൻ്റെയും കർത്താവിൻ്റെയും കൃപ കൊണ്ട് ഞാൻ മോഷണം നിർത്തിയതാ. അതേ പിന്നെ ഇന്നേ വരെ അന്യൻ്റെ മുതൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. 7 കൊല്ലം മുമ്പേ ഈ വണ്ടി നിൻ്റെ ഉണ്ടല്ലോ. അത് ഞാൻ പനങ്ങാടൊരു പാർട്ടിയുടെ നിന്ന് മേടിച്ചതാണച്ചോ, 84-ൽ.
ആ പീലിപ്പോസ് പോയിക്കോ. ഓ ഉം. ഞാനിനി സെൽഫി എടുക്കണോ അച്ചോ? വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാനല്ല പാലിന്തല്ല തീരകളല്ല ദേ മടിയൻ. പാപ്പിച്ചായ ചെത്തനാപ്പിക്ക് ഒരു 200 രൂപ വേണം. എന്തിനാടാ 200 രൂപ? എനിക്കൊരു പുതിയ ഷൂസ് വേണം. തോമാച്ചാൻ്റെ ഇളയമോടെ മാമുദിസായിക്ക് പോകാനാ. അയ്യോ, ഇപ്പൊ ഉള്ളത് ഇട്ടോണ്ട് അങ്ങോട്ട് പോയാ മതി. ഷൂസ് അടുത്ത റേസിനുള്ള മണം അടിച്ചു തുടങ്ങി. ഇതിൻ്റെ ഫാഷൻ പഴയതാ. ഫാഷൻ പഴയതാണേലും മാമോദിസ നടന്നോളൂ. വാചകം അടിക്കാതെ 200 രൂപ താ. ഈ കടയിൽ എനിക്കും കൂടെ അവകാശമുള്ളതാ. പാപ്പിച്ചായ വേണ്ട. കഴുതേ, 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ട് ഈ കട എനിക്കും ആ കട നിനക്ക് നിന്നിട്ട് നല്ല ഡീസന്റ് ആയിട്ടല്ലേ നമ്മുടെ അപ്പച്ചൻ കണ്ണടച്ചത്. പിന്നെ ഇത് കോണത്തിലെ വകയിലാണ് അതിന്റെ അവകാശം. പിന്നെ എടാ, അപ്പൻ നിനക്ക് തന്നത് അപ്പനായിട്ട് തുടങ്ങി ശരപറയെന്ന് പണിയുള്ള വർക്ക്ഷോപ്പാ. ഓഹോ, അതിന് കാരണമുണ്ടാ. ഞാൻ നിന്നെ പോലെ നാട് നിങ്ങളെ തെണ്ടി നടക്കുമല്ലായിരുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ദം ഉദ്ദേശിച്ച് 10ാം വയസ്സിൽ വർക്ക്ഷോപ്പിൽ കയറിയവനാ ഞാൻ. 12ാമത്തെ വയസ്സിൽ ബുള്ളറ്റ് ബൈക്കിന്റെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഈ പാപ്പി. അതൊന്നും നീ എന്നോട് പറയണ്ട. എന്റെ കടയിൽ ഒരു ഒറ്റ കുഞ്ഞു കയറാറില്ല. നിന്റെ കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കയറുമല്ലേ, പണിയുള്ളത്. ഓടാമില്ല ഇവിടുന്ന്. എനിക്ക് ഈ ബിസിനസ് ഉണ്ടെങ്കിലേ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാ ആവെന്ന് പറഞ്ഞാണല്ലോ നിന്നോട് ഞാൻ ഈ വണ്ടി ബിസിനസ്സുമായിട്ട് ഇറങ്ങരുത്. അപ്പൊ പറ്റത്തില്ല, എനിക്കിട്ടുണ്ടാക്കിയേ പറ്റുള്ളൂ. ഉണ്ടാക്കിയോ? എന്നെ ഉണ്ടാക്കി 10 വർഷം കഴിഞ്ഞല്ലേ നിന്നെ ഉണ്ടാക്കിയ. നീ എനിക്കിട്ടുണ്ടാക്കാൻ എന്തുവാ ചെത്തനാപ്പി ഇത്? ഒന്നുമില്ലേ, എന്ത് ഭാഷ ഇത്? ഒന്നുമില്ല, നിങ്ങളൊരു നാടകൃത്തല്ലേ? ആ നാടകൃത്ത്. ഓ, മനുഷ്യനെ മെനക്കെടുത്ത ഓരോരുത്തന്മാര് കേറി വന്നോളൂ. മോടും പോയി, എല്ലാം പോയി. നീ കുത്തിയിരുന്ന് ഇവിടുത്തെ ആ നട്ടൊന്ന് മുറുകിക്കേ. പാപ്പിച്ചായ ഒരു 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. എടാ കൊച്ചനെ 200 രൂപയുണ്ട്, എനിക്ക് 6 മാസത്തെ റേഷൻ മേടിക്കാം. അല്ല, ഈ ചെത്തനാപ്പിക്ക് പട്ടാളത്തിൽ നിന്ന് പെൻഷനൊക്കെ ഇല്ലേ? ആ കാശൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവന് പെൻഷനൊക്കെ ഉണ്ട്. അവന് ഈ കോട്ട മേടിക്കാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ. കോട്ടയം മേടിച്ച് 4 ഉടുപ്പും കൂടെ മേടിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള പൈസ എല്ലാം തീരും. പിന്നെ വരവെങ്ങനെയാ? അവിടെ തൊട്ടല്ലേ അടിച്ചു വരുന്നത്. അവിടെ നിന്ന് അടിച്ച് ഇവിടം വരെ എത്തുമ്പോഴേക്കും കൈ പിന്നെ 5 പൈസ പോലും ഇല്ലാതാവും. ഓവർടേക്ക് ചെയ്യണോ? ഇതാരടാ? എങ്ങനെ അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ?
എടുക്കാൻ നോക്കുക. പശു പശു. ഞാൻ ഓർത്ത് പശുവിന്റെ കാര്യം തീരുമാനമായിരുന്നു. ഇറങ്ങി. നീ ഏതാ? ഞാൻ സീത. ശ്രീരാമനല്ലേ? ആ അതെ, മുള്ളൂർക്കാരൻ. നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവധിക്ക് വന്നതാ. നീരറ്റപ്പുറത്തെ സദാശിവന്റെ മോളാ. സദാശിവൻ സാറിന്റെ മോളെന്ന് പറയുമ്പോൾ അമേരിക്കയിലല്ലേ? അതെ. എന്നിട്ടാണ് ഈ വേഷം. ഞാൻ വിചാരിച്ചു കൈയില്ലാത്ത ഉടുപ്പും ഇച്ചിരി ഇല്ലാത്ത നിക്കറും ഒക്കെ ആയിരിക്കും. ആ വേഷത്തിൽ കാണില്ല അങ്ങ് അമേരിക്കയിൽ വരണം. പിന്നെ എനിക്കിഷ്ടമാ ഇങ്ങനെ ദേഹം നേറിയ തുണി. അത് കൊള്ളാം. എനിവേസ് ഞാൻ പോട്ടെ. ഐ സീ യു അഗൈൻ. ബൈ. ടാറ്റാ. ടാറ്റാ. ടാറ്റ വേണ്ടായിരുന്നു, ബൈ ബൈ മതിയായിരുന്നു. ഛേ പത്തറുട്ടേച്ച് വരുന്ന വഴിയായിരിക്കും. അല്ലടാ, ഒരാണോ നിലയം പണിയാ സ്ഥലം നോക്കിയിട്ട് വരുന്ന വഴിയാ. എന്താടാ നാളെ തൊട്ടേ ഒരു ഇംഗ്ലീഷ് പത്രം കിട്ടാൻ എന്താ വഴി? നിനക്കെന്നൊരു ഇംഗ്ലീഷ് പത്രം? സ്വല്പം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ആ പത്രമൊക്കെ വരുത്താം, പക്ഷെ നിന്റെ ശമ്പളത്തെ ഞാൻ പിടിക്കും. ഓക്കെ. എടാ, ഹിന്ദു വേണോ അതോ ഇന്ത്യൻ എക്സ്പ്രസ് വേണോ? എക്സ്പ്രസ് മതി. അതാകുമ്പോ പേനൊരു ഗുമ്മൊക്കെ ഉണ്ട്. ചാമ്പാരും അപ്പു ചുവരെ ഒരു കോളത്തിട്ടുണ്ട്. നല്ല ഹൈ ക്ലാസ് പയ്യനാണോ? ഞാൻ ഇന്നാള് എറണാകുളത്ത് പോയപ്പോൾ ഒരു സാറിനെ പരിചയപ്പെട്ടില്ലേ? ഏത്? നമ്മുടെ സിനിമയോ? അതന്നെ. സാർ എന്നെ വിളിച്ചിരുന്നു. ഉടനെ മദ്രാസ് പോകേണ്ടി വരും. കഥയുടെ ഒരു ത്രെഡ്. കോളേജിൽ നിന്ന് ടൂറ് പോവാ. അതിലൊരാണും പെണ്ണും ഒറ്റപ്പെട്ടു പോകും. കുളിച്ചുണക്കാനിട്ടപ്പോൾ അവളെ തുണി അങ്ങോട്ട് ഒലിച്ച് പോവാ. പിന്നെ പടം മൊത്തം ഒരൊറ്റ ഷേട്ടേ ഉള്ളൂ. എന്താടാ പടത്തിന്റെ പേര്? പൂഞ്ചോലയുടെ കുസൃതി. സാമ്പാർ. ഇയാളുടെ പിഞ്ഞാണത്തിന് എന്തായാലും ഓട്ടയുണ്ടോ? ചൊവ്വരെ ഞാൻ പോയി ജസ്റ്റിനൊന്ന് അടിച്ചിട്ട് വരാം. ഇവരൊക്കെ എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാ. എല്ലാ പരിപാടിക്കും ഞങ്ങളൊന്നിച്ചാ. നോക്കി സൂക്ഷിച്ചേ. ഇവരൊക്കെ എൻ്റെ കൂട്ടുകാർ. അത് ചൊവ്വര, അവൻ പൂങ്കുന്നം. വായിരിക്കുന്ന ചേമഞ്ചേരി, തൊട്ടിപ്പറ കുമ്പള. ഇതാണ് മുക്കാളി. പിന്നെ ഞങ്ങൾക്ക് 2 ആശാമാരുണ്ട്, പാപ്പിയും ചെത്തനാപ്പിയും. ചെത്തനാപ്പിയോ? പുള്ളി മുടിഞ്ഞ ചെത്ത. ശരിക്കും പേര് എബ്രഹാം പി. ഈ നാട്ടിൽ ആദ്യം പാൻറ്റിട്ട പുള്ളിയാ. അങ്ങനെ വീണ പേരാ ചെത്തനാപ്പി. പിന്നെ എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാമെങ്കിൽ ഞാൻ ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലേ? പിന്നെ 2 ദിവസം മതി നമുക്ക്. റിയലി? ആ, അപ്പൊ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയാലോ? ആദ്യം വാ, ഞാൻ ഒളിപ്പിച്ച് വെച്ച സാധനം കാണിക്കാം.
ടാങ്കിനകത്തേ കുറച്ച് പൊടിയും തുരുമ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാച്ചോ. ഇനി പീലിപ്പോസിന്റെ കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോയതാണോ? കഴിഞ്ഞ തവണ പള്ളി ആശുപത്രി നടത്തിയ സൗജന്യ ക്യാമ്പിൽ ഞാൻ കാണിച്ചതാ. ഒരു കുഴപ്പമില്ല. ഇനി ഇതുവല്ല ദൈവവിളി ആവോ? ആദ്യം മാലാഖ, ഇപ്പോ രക്തം. അതിനിടെ സെൽഫി. തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി പഠിച്ചവനാ. അതിന് ഈ പെട്രോളും രക്തവും കൂടെ ചേർന്ന ഘടന മാറും, നിറം തന്നെ മാറും. ഓ, പീലിപ്പോസിന് ഇപ്പം ഓർഗാനിക് കെമിസ്ട്രി ഒന്നും അറിയാത്ത കാരണം ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഇത് ഞാൻ കണ്ടതാച്ചോ. ബൈബിൾ വായന നടക്കുന്നുണ്ടോ? 4 നേരം. 2 നേരം മതി. ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ വായിച്ചാലും മനസ്സിന് അത്ഭുത കാഴ്ചകൾ കാണാനുള്ളൊരു ത്വരയുണ്ടോ? മോരൊഴിച്ച് കഴിക്കാൻ ഇച്ചിരി ചോറെടുക്കട്ടെ? വേണ്ട. ഏതെല്ലാം വഴിയിലൂടെ യുമരി കഥ കൊണ്ടുവരിക്കുന്നല്ലേ മോളെ. ഇനി ഇതുവരെ എങ്ങനെ കൊണ്ടുചെന്ന് തീർക്കും? ഓ, പെട്ടെന്നൊന്നും തീർക്കണ്ടെന്നേ. കണ്ടാ കരച്ചിലാണേലും കണ്ടില്ലേ ഒരു എനക്കേടാ. അപ്പാ, ടൗണിലൊക്കെ ഇപ്പൊ കേബിൾ ഉണ്ട്. അതെന്തുവാ? കേബിൾ എടുത്താ ദൂരദർശൻ മാത്രല്ല വേറെയും ചാനൽ കിട്ടും. അതിൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയലും. ഇതൊക്കെ ഈ നാട്ടിൽ ഇനി എന്ന് വരുമോ? എന്റെ ആട് പോയേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഈ മുറ്റത്ത് കെട്ടിയിരുന്ന ആട് എവിടെ പോകാനാടി? ഇത് നിങ്ങളുടെ ചേട്ടൻ ആ കാലമാണെന്ന് ഒറ്റയെടുത്തിന്റെ പണിയാ. മുട്ടയിടുന്ന കോഴിയെ കൊണ്ടുപോയപ്പോ ഞാൻ പ്രാഗിയില്ല. അമ്മച്ചി പ്രാഗിയായിരുന്നു. എനിക്ക് തന്നോണ്ടടി എന്റെ ഗീവർഗീസ് പുണ്യാള, എന്റെ ആടിനെ കൊണ്ടുപോയപ്പോ മുടിഞ്ഞു പോണേ. ഇനി നമുക്ക് എന്താന്ന് നോക്കാം. ആട്ടിൻ കാഷ്ടത്തിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ കഴിയുമോ? ചോദിച്ചിരിക്കുന്നത് റാന്നി ബ്ലോക്ക് പടിയിൽ നിന്നും മോളി സോളി പോളി. തുന്നിക്കെട്ടുണ്ടോ ചേത്തനാബി? എടാ, അതിന് മുറിഞ്ഞാലല്ലേ തുന്നി കെട്ടാൻ പറ്റുള്ളൂ. ഇത് വെറുതെ വേഷം കെട്ടല്. ഏയ് ഒന്ന് ചതഞ്ഞതേ ഉള്ളൂ. ഏയ് ഇടയ്ക്കിടയ്ക്ക് തല ചൂട്ടിലുണ്ട്. ചെത്തനാബേ 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 പാപ്പിച്ചായോ? എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. ആർക്കാടാ ഇവിടെ തലകറക്കം? എണീക്ക. എന്റെ 850 രൂപ വിലയുള്ള ആടിന് ആര് സമാനം പറയും? 850 അല്ല 750. അത് എൻ്റെ ആടായിരുന്നു. ഏത് വകയില്? ആ ആടിന്റെ തള്ളയുടെ തള്ളേ നിന്റെ മോളുടെ 18ാം പിറന്നാളിന് ഞാൻ സമ്മാനമായിട്ട് തന്നതായിരുന്നു. അതെന്തോ ന്യായമോ യത്തനാപ്പി? ഇവന് ന്യായമല്ലോ ഉണ്ടോ? എടാ, ആ ആടിനെ കൊടുത്തത് ഞാൻ. അത് തിന്ന പ്ലാവിലെ ഉണ്ടായ പ്ലാവ് വെച്ചു പിടിപ്പിച്ചത് എൻ്റെ അപ്പൻ.
അത് പെറ്റിട്ടത് എന്റെ അപ്പം മേടിച്ച മണ്ണ്. അപ്പൊ പിന്നെ ആ ആട് എന്റെയും കൂടെ അല്ലയോ? സംസാരിച്ചിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ പാപ്പിച്ചായന്റെ കൂടെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റേസ് നടത്തി തീർക്കാമെന്ന് തീരുമാനിച്ചിട്ട് കൊല്ലം രണ്ടായി. ഇതിപ്പോ ആദ്യമായിട്ടാ പാപ്പിച്ചായൻ തെറ്റിക്കുന്നത്. റേസ് നടത്തി എന്റെ വീട്ടിൽ നിന്ന് മോടിച്ചോണ്ട് വിറ്റ് എന്റെ വീട്ടിൽ കൊണ്ട് തിരിച്ചു കിട്ടുമല്ലോ. പാപ്പിച്ചായൻ റേസിന് ജയിച്ച ചെത്തനാപ്പടയിൽ നിന്ന് ഞങ്ങൾ കാശ് മേടിച്ചു. തോറ്റാ മറന്നേക്കണം. പിള്ളേരെ നീ പോടാ. അതെ, തകർത്തേക്കണം കേട്ടോ, കത്തിച്ചേക്കണം. പെൻഷൻ കാശ് തീർന്നിരിക്കുക. കൊണ്ടുപോകട്ടെ, ഇവനെയൊക്കെ വെച്ചോളും. ഇവരെന്തെന്ന് കാണിക്കും വട്ട ചേർത്ത്. വീണ്ടും ചെത്തനാ. നീ പോടാ. കൊട്ടാരത്തിൽ ചീഫോ പണിയെടുക്കട. എപ്പോ വന്നടാവേ? ഇന്ന് കാലത്ത്. ആ, നീ ഇപ്പോ സൗദിയിലാ? എന്നാ തിരിച്ചു പോന്നേ? വന്നിറങ്ങി 4 മണിക്കൂറായിട്ടും ആരും ഇതെന്നാ ചോദിക്കാത്തേന്ന് വിചാരിക്കുമായിരുന്നു. ഇവൻ ഏതാ? മാവനയിലെ ഇളയ സന്താനമാണേ. എടുക്കടാ. എങ്ങനെയുണ്ട് അച്ചായ വണ്ടിപ്പണിയൊക്കെ? ആ, നന്നായിട്ട് പോകുന്നു. അച്ചായ, എൻ്റെ വണ്ടി ഒന്ന് വീട്ടിൽ വന്ന് നോക്കണം. അത് സ്റ്റാർട്ടാവുന്നില്ല. എപ്പോഴും ഉപയോഗിക്കാത്തോണ്ടാ. അതുപോലെ നിന്റെ ഭാര്യ എപ്പോഴും ഇങ്ങോട്ട് കാണാറില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ഓ, അവളുടെ വീട്ടിലാന്നേ. അവള് വെൺമണി പഠിപ്പിക്കുമല്ലേ. മനുഷ്യൻ ആകെ അവധിക്ക് വരുന്നത് 3 വർഷം കൂടുമ്പോൾ 3 മാസത്തേക്കാ, അതും സൗദിന്ന്. എൻ്റെ എനിക്കറിയാം. ഞാൻ ചെത്തനാപ്പി ഒന്ന് കണ്ടേച്ചു വരാം. എടാ ബ്രാക്കറ്റിൽ കർണൻ. അതാരാ? എടാ ബ്രാക്കറ്റിൽ കർണൻ പരിഹസിച്ചു ചിരിച്ചു. എത്ര എത്ര എഴുതി? 3 നിങ്ങളെ എഴുതിക്കൂ. ദൃഷ്ടൻ ദേഷിച്ച് ഗർജിച്ചു. എടാ അക്ഷരം ശരിക്കും എഴുതണം കേട്ടോ. ഇത് കുഴഞ്ഞല്ലോ. ആ കഥ മാത്രമേ വേണ്ട. ഇവിടെ പണിയൊന്നും ഇല്ലയോ? എടാ ഞാൻ കോംപ്ലിക്കേറ്റഡ് വർക്കേ പിടിക്കാറുള്ളൂ. ഓ, പിന്നെ സൗദിയിലൊക്കെ ഓ അവിടെ വലിയ മെച്ചമൊന്നുമില്ല. ഇനി ഞാൻ ചിലപ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ. എടാ ഇടയ്ക്ക് നിനക്ക് ഇവിടെ ഇച്ചിരി വേദന തോന്നാറുണ്ടോ? ആ ഉണ്ട് ചായ.
അതെ, തിന്നുന്നത് എല്ലും തിടയിൽ കയറുന്നതാ. നാട്ടിലൊക്കെ തെറ്റിത്തിരിച്ച് നടക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും. എടാ, നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലടാ? ചെത്തനാപ്പി വാ, ഒരു കോളുണ്ട്. എടാ, വല്ല കോംപ്ലിക്കേറ്റഡ് വർക്കോ വല്ല വന്നാൽ ഞാൻ വന്നിട്ട് ചെയ്തോളാം കേട്ടോ. ഇതാണ് സണ്ണിച്ചായ, എബ്രഹാം. ഞാൻ സണ്ണി, വെൺമണി സണ്ണി. എക്സൈസിലായിരുന്നു. ആന്റണി ചാരായി നിരോധിച്ചപ്പോ ആ പണിയങ്ങ് നിർത്തി. മെച്ചില്ല. സർക്കാരിന്റെ നക്കാപ്പിച്ച കാശിന് എന്നെ പട്ടി പണിയെടുക്കും. എന്താ സാറ് എന്നെ തപ്പി ഇറങ്ങിയത്? വല്ല കോംപ്ലിക്കേറ്റഡ് വണ്ടി വല്ലതും പണിയാനുണ്ടോ? അതോ ഇനി വല്ല നാടകത്തിന്റെ നാടകത്തിന്റെ കാര്യമൊന്നുമില്ല ചെത്തനാപ്പി. ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇതിരിക്കട്ടെ. ചെത്തനാപ്പിനെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. അതൊക്കെ ഞാൻ പതിയെ പറയാം. ഇപ്പിത്തിരി തിരക്കുണ്ട്. സ്റ്റീഫോ, തെറിക്കട്ടെ. ശരി ചെത്തനാപ്പി. അച്ചായ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ചെത്തനാപ്പി, ഞാൻ വെൺമണി എന്നല്ലേ പെണ്ണ് കിട്ടിയിരിക്കുന്നേ. എന്നാലും എന്നെ കൊണ്ടായ എന്താ കാര്യം? ഞാനും വരട്ടെ ഒന്നിൻ്റെ കൂടെ. പാടില്ല പാടില്ല ശകുന്തളേ, നീ നിന്നെ മറന്നൊന്നും ചെയ്യല്ലേ. സിസിലി കൊച്ചേ, മോളെ ഇനി വന്ന്. നിനക്ക് എന്റെ വക ഒരു സമ്മാനം. നോക്കമ്മേ, എനിക്ക് പുതിയ ആടിനെ കിട്ടി. അമ്മേ, അപ്പാ, അപ്പാ, ദേ ഇങ്ങോട്ട് വന്നേ. കേറിയിരിക്കാൻ പറ, ഞാൻ കാപ്പി അനത്താം. ഈ ഊണ് കഴിക്കുന്ന നേരത്താ? ഓ, വീട്ടിൽ കയറി വന്നതല്ലേ. അത് പിന്നെ അവള് ചായ തിളപ്പിക്കാൻ പോയിരിക്കുക. അത് കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചിട്ട് പോവാം. നമ്മുടെ അപ്പം പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. മഴ തോർന്നതാണോന്ന് ഞാൻ നോക്കിയതാ. പിന്നെ അവിടെ പോയിട്ട് ഇപ്പൊ എന്തോ ഇത്ര തിടുക്കാന്ന്? ഈ ചെത്തനാപ്പേ ആളൊരു പാവമാ. ഞാൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല. എന്നാൽ അനുജനെ വെച്ച് നോക്കുമ്പോ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തോ പുതിയ പരിപാടി എന്തോ തുടങ്ങിയെന്ന് കേട്ടല്ലോ. ഈ 5ഉം 10ഉം വെച്ച് കളിച്ചാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം ഞാൻ വലിയ ഉപകാരം. എടാ, പോയി കൊട തപ്പിയച്ചു പാടാ. ഞാനോ? പോടാ. ഈ പോയ ക്ലാപ്പൻ ചേമഞ്ചേരിയുടെ പുറത്ത് ആരെങ്കിലും കാശ് വെച്ചായിരുന്നോ? ഇല്ല. ഇല്ലല്ലോ. ഇനി അടുത്ത കളിയിൽ അവൻ ജയിച്ചാൽ നീ വിരിച്ച 80 നിന്റെ കയ്യിൽ ഇരിക്കത്തില്ലയോ? ഓരോ കളിക്ക് മുമ്പും ഞാൻ പറഞ്ഞു തരാം ആര് ജയിക്കുമെന്ന്. കിട്ടുന്നത് പാതി എനിക്ക്. എന്തൊരു കുനുട്ടു ബുദ്ധിയായി ചെത്തനാപ്പിക്ക്. ഞാനൊക്കെ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാത്തത് എന്താണെന്നറിയാവോ? എന്താ? ഒരവസരം കിട്ടാഞ്ഞിട്ടാ.
ഷാപ്പിലെ കള്ളുടിയന്മാർ 5-10 ഇറക്കി കളിച്ച നിങ്ങൾക്ക് എന്തോ കിട്ടണേ ചേത്തനാപ്പി? അയ്യോ അതിവിടെ അറിഞ്ഞു. ഞാനൊരു തമാശക്ക്. ചേത്തനാപ്പി, ഞങ്ങളിവിടെ വലിയ കളി കളിക്കുന്നു. ദാണ്ടെ ഈ ഇരിക്കുന്ന സാറുണ്ടല്ലോ, ഇക്കഴിഞ്ഞ സീസണിൽ എത്ര രൂപയുടെ ഗ്രാമ്പ് വിറ്റതെന്ന് അറിയാമോ? അത്രയൊന്നുമില്ല, ഒരു 40 രൂപ കിട്ടി. പിന്നെ മഴ കയറി മൂത്താർന്നേ. 40 പറഞ്ഞാൽ ചെത്തനാപ്പി ലക്ഷം. ഏലപ്പാറ വന്ന് ഗ്രാമ്പൂ വർക്കിന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. ഇത് നെടിയകാല ഉദയൻ. ഈ ഗോൾഡ് ഇല്ലേ, ഗോൾഡ്, അതിന് ബിസിനസ്സാ. പണം കയ്യിൽ വരുമ്പോവും അത് കയ്യിൽ വന്നാൽ എടുത്ത് ആർമാദിച്ചോളണം. അതാ ഞങ്ങളുടെ ഒരു ലൈൻ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായില്ല. ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ പിള്ളേർ റേസ് മത്സരം ഇടക്കിടവും നടത്തണം. ഞങ്ങൾ ഇവിടെ നിന്ന് പന്തയം വെച്ച് കളിച്ചോളാം. കഴിഞ്ഞ സീസണിലെ നായിപ്പോര്, കോഴിപ്പോര്, ബൈക്ക് റേസ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങിയപ്പോഴേ കയ്യിൽ നിന്ന് പോയത് എത്രയാണെന്നറിയോ? 5 ലക്ഷം. 5 ലക്ഷം. 5 ലക്ഷം? പിന്നെ പണമൊക്കെ എന്തിനാ ചെത്തനാപ്പി? അപ്പനുണ്ടാക്കിയിട്ട് മണ്ണെന്നേ ഒരു നുള്ളു പോലും ഞാൻ വിറ്റിട്ടില്ല. പിള്ളേർക്ക് ആർമാദിക്കാൻ പണം വേണമെങ്കിലേ ഉണ്ടാക്കിക്കൊള്ളാം മണ്ണീന്ന്. റേസ് നടത്താം, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? സ്റ്റീഫോ, കാഞ്ഞ വിത്താണല്ലോ. ചേത്തനാപ്പി, താൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിള്ളേരിറക്കി വിടുന്ന ഓരോ റേസിനും ഞാൻ 2000 രൂപ തരും. പെൻഷൻ എത്ര ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ നാളെ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ റേസ്. നാളെ? വാഴയപ്പടി പുതിയ റോഡിലൂടെ. ആ, അവിടെ തീരണം റേസ്. പിന്നെ ഇത്തവണ പിള്ളേര് വേണ്ട. പിന്നെ നിങ്ങൾ കാരണന്മാര് തമ്മിലൊന്ന് മുട്ട്. ഞാൻ നോക്കട്ടെ. സണ്ണി സാറേ, സാർ ഈ പറയുന്ന പോലെ റേസ് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു റേസ് നടത്താനുള്ള പാങ്ങ് ചെത്തനാപ്പിക്കുണ്ടോന്ന് അറിയണല്ലോ. പോടാ. നോക്കിയേ, സൂക്ഷിച്ച്. അയ്യോ, എടാ അവിടുത്തെ അഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോടാ? എടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി തിരക്കായി പോയടാ. ഹലോ, ഓക്കെ അല്ലടാ? സിനിമ കയറുന്നതിന് മുമ്പ് നിന്റെ പൂങ്കുന്ന് എന്നുള്ള പേര് മാറ്റണം. അതിനൊരു ഗുമ്പില്ലെന്ന്. അതിന് പേരൊക്കെ ഞാൻ മാറ്റി. എന്താ? മൃദുലസ് നായർ. അതിനെപ്പോഴാണ് നീ നായരെ സിനിമയില് അഭിനയിക്കാൻ? എടാ, നീ ജൂലിയറ്റ് അണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? സീത പറഞ്ഞ തോന്നി. നീ അവരെ മനസ്സിൽ ധ്യാനിച്ചങ്ങ് തുടങ്ങിക്കോടാ. ദേടാ, വണ്ടി വന്നു. നീ എന്നെ അടിക്കോ? മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ലാത്ത നേരത്ത് എന്റെ പേർക്ക് വന്ന 500 രൂപയുടെ മണി ഓർഡർ എവനാ ഒപ്പിട്ടെടുത്ത്? പിള്ളേരെ, ആളിന്റെ കയ്യിലല്ലാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് മാൻ പൈസ കൊടുക്കുവോ? ആലോചിച്ച് നോക്ക്. നീ അവിടെ നിന്ന് വാച പഠിക്കാതെ എന്റെ കാശടാ. ഞാൻ അടിയാ തരാം. നിങ്ങൾ പറയുന്നേട്ടാ, നിങ്ങൾ ഏൽപ്പിച്ചത് പോലെയാണല്ലോ. നിങ്ങൾ ആടിനെയും കോഴിനെയും പോഷിക്കുന്നത് പോലെയൊന്നുമല്ല. ഈ മനുഷ്യൻ വേറൊരുത്തന്റെ 5 പൈസ തോർത്തില്ല. ചെത്തനാപ്പി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബൈക്ക് റേസ് വെച്ച് തീർക്കാമെന്ന് ചെത്തനാപ്പി വാക്ക് പറഞ്ഞതാ. അത് തന്നെ, രാവിലെ പണിയെടുത്തോണ്ടിരിക്കുമ്പോളാ. എന്റെ ടീമിൽ ഇന്ന് പൂങ്കുന്നുമില്ല, അതുകൊണ്ട് പിള്ളേര് വേണ്ട. ചുണയുണ്ടെങ്കിൽ നീ വാടാ, നമുക്ക് നേർക്കൊന്ന് മുട്ടാം. ഒരു പുതുമ. പിള്ളേര് വണ്ടി ഓടിച്ചോളൂ. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് പറയണാവേ. ഇരുട്ടത്തൊളിച്ചേരുന്ന് തലക്കിട്ടടിക്കാൻ ഏത് നിക്കറി പഠിക്കുന്നവനും പറ്റും. നീ പോയി വണ്ടി എടുത്തോട്ട് പോടാ. എന്തുടാ എല്ലാവരോടാ ചിരിക്കുന്നത്? പോയി വണ്ടി എടുത്തോട്ട് പോടാ. അത്രയും കലപ്പിക്കണ്ട. നിർത്തണ അവിടെ. സ്റ്റാർട്ടാക്ക്. എടാ, പൊളിക്കരുത്. അടിക്കടാ. റേസ് കണ്ട വണ്ടിയാ. ചിന്തക്കാരുടെ ഒരു നാടകം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നീ ഓടിച്ചോ.
പേടിച്ചു തൂറി. നിന്നോട് മത്സരിക്കാൻ ഞാൻ വേണ്ട, എന്റെ മോള് മതി. ആ മോളെ, ഇന്ന് വല്ലതും നടക്കുവോ? അവന്റെ ഒടുക്കത്തെ വണ്ടി ഓടിപ്പ്. വാ വാ. ആ വാഴപ്പടി പുത്തം വഴി കൂടെ പോട്ടെ. ഓ മക്കളവനെ അടിച്ചു. വണ്ടി റെഡി റെഡി. ആ സീതയുടെ വണ്ടിയാ, കുഴപ്പമില്ലല്ലേ? ഓ നമ്മുടെ ഒച്ചില്ലയോ അവള്, എന്തോ കുഴപ്പം വരാനാ? നീ പണിയെടുക്ക. പൂങ്കുന്നൻ ചേട്ടൻ പോയിട്ട് കത്ത് വല്ലതും ഉണ്ടോ? ഷൂട്ട് തുടങ്ങി, ഇപ്പൊ തിരക്കിലല്ലേ? നീ അവള് വഴി കാണിച്ചിട്ട് അവളെ പിന്നാലെ പോകാതിരിക്കാ. വണ്ടി വലിക്കണ്ടേ ചന്ദ്രബി? വേഗം വിടറാ. ഇത് വണ്ടിയുടെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം. ഇങ്ങനെ പുറകിന് വിട്ടു പോകുന്നവനാണോ ജയിക്കുന്നേ? പുറകോട്ട് നിർത്തിയേക്കും. നീ ജസ്റ്റിക്കുമ്പോ എനിക്കും പേര് ദോഷം ഉണ്ടാക്കുമല്ലോടാ. നീ അഹങ്കരിക്കരുത് കേട്ടോ. പോട്ടെ ചത്തനാപ്പി, ഒന്നില്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനല്ലേ. അയ്യോ കഷ്ടായി പോയി. ഇയാൾക്ക് നാണമില്ലേ? ചത്തനാപ്പിയല്ലോടെ വണ്ടി ഓടിക്കുന്നേ. ഓ അയാൾക്കങ്ങ് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലല്ലേ. ഏതാ പെങ്കൊച്ച്? ഓ അതാ പാപ്പിയുടെയാ. തരക്കേടില്ലല്ലേ? ഇനി ഏതായാലും കളിയുടെ ഗിയർ ഞാനൊന്ന് മാറ്റും. അച്ചായോ, എന്നാ പിന്നെ ഞാൻ ആ കേബിൾ ടിവിയുടെ കടയുടെ ഉദ്ഘാടനം നടത്തട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സൗദിയിലെ തൻ്റെ സുഖജീവിതം വേണ്ടാന്ന് വെച്ച് ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച, പ്രത്യേകിച്ച് എന്നെപ്പോലെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ സ്വന്തം കൊട്ടാരത്തിൽ സ്റ്റീഫന് എൻ്റെ എല്ലാ വിജയാശംസകളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. ആ പൂങ്കുന്ന മദ്രാസിൽ പോയ പിന്നെ നിനക്ക് ചെറിയൊരു മാറ്റമുണ്ട്. എന്തു മാറ്റം? നിനക്ക് ചെറിയൊരു വാട്ടം. ഏയ് അങ്ങനൊന്നുമില്ല. കള്ളത്തരം പറയല്ലേ മോളെ, ഞാൻ നിന്നെ എത്ര നാളായിട്ട് കാണുന്നതാ. സത്യം പറയാലോ, ഒരു പൊടിക്ക് വിഷമമൊക്കെ ഉണ്ട്. ആ, അവനിവിടെ ഉള്ളപ്പോ നീ അവനെ കണ്ട പാവം നടിക്കില്ലല്ലോ. അല്ലെങ്കിലും പൂങ്കുന്ന ആളൊരു വിളവനാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 പേർക്ക് അവൻ കത്ത് കൊടുത്തത്, എനിക്കടക്കം. അത് ഒരേ കത്ത്. എന്നിട്ടെന്താ, ഇപ്പോഴും ഞാനത് ഇടയ്ക്കെടുത്ത് വായിക്കാറുണ്ട്. എന്തോ പറ്റി ചത്തനാപ്പി? എന്തോ പറ്റി? എന്തുപറ്റി? നെഞ്ചിനൊരു വേദന. പാട്ടോളത്തിനകത്ത് സോഡാക്കാരൻ കളിക്കി കൊടുത്താൽ മതി. അതെന്തിനാ? വയറിളക്കാൻ. നെഞ്ചു എനിക്ക് വേണ്ട വയറിളക്കുന്നേ. അതല്ല, മൊത്തത്തിലൊന്ന് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നെഞ്ചുവനങ്ങ് പൊക്കൂടും. ഇതിനി അഭിനയമാണോ? എടാ, നെഞ്ചുവേദനയല്ല എന്റെ പ്രശ്നം. പിന്നെ എന്റെ അത് പോയി. കെട്ടിയതല്ലേലും എന്റെ പെമ്പറന്നവരെ പോലെ ഞാൻ കൊണ്ടു നടന്ന വണ്ടിയാ. 78 അമ്പാലെന്ന് വാങ്ങിച്ചതാ. തൂത്തു തുടച്ചു വെച്ച് ഒരു കാക്ക പോലും ഇന്ന് വരെ അത് തൂറിയിട്ടില്ല.
ആ എഷ്ടി ഒന്ന് തൊടാൻ പോലും ചെത്തനാപ്പി എന്നെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ അടുത്തൂടെ എങ്ങാണ്ട് ഒരു എലി പോയനെ എന്നെ എവിടെയൊക്കെ ഇട്ട് ഓടിച്ചതാ ചെത്തനാപ്പി. ആ സ്റ്റീല് ചെത്തനാപ്പി ഇരിക്കുമ്പോ എന്തൊരു ഗുമ്മായിരുന്നു. നമ്മളതിൽ എത്ര നാടകം കളിക്കാൻ പോയിട്ടുള്ളതാ. വണ്ടി കാണാതെ പോയ എനിക്ക് സഹിക്കുവോ? എന്റെ പൊന്ന് ചെത്തനാപ്പി, ആ വണ്ടി എവിടെയും പോയിട്ടില്ല. ആശാന്റെ ഒരു മറവിയേ. ഇന്നലെ വൈകിട്ട് നാടകത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പള്ളിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയോ? പോയി. എന്നിട്ട് രാത്രി സ്റ്റീഫന്റെ ഒപ്പം അടിച്ച് വീലായിട്ടാണോ വന്നേ? അപ്പൊ പിന്നെ വണ്ടി എന്തിയേ? വണ്ടി പള്ളിയിലുണ്ടാ. ചെത്തനാപ്പി കുറച്ച് ചവനപ്രാശമൊക്കെ മേടിച്ച് കഴിക്കണോട്ടാ. നാടകത്തിന്റെ ഒക്കെ ഡയലോഗ് ഓർത്തിരിക്കാനുള്ളതല്ലേ. എടാ ചോരെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനു മുമ്പ് എന്തെങ്കിലും മോഷണം നടന്നായിട്ട് നിനക്കറിയാമോ? വല്ലപ്പോഴും ഒരാടോ കോടിയോ. അതെന്നെ ഈ ചെത്തനാപ്പി പാപ്പിയുടെ വീട്ടിൽ കയറി കേൾക്കുന്നത്. അതല്ല മണ്ട, വണ്ടി വണ്ടി വണ്ടിയൊന്നുമില്ല. ആ പിന്നെ പണ്ട് നമ്മുടെ പെരേപ്പാടൻ ജോസേറ്റിൻ്റെ അവിടുന്ന് ആരും അംബാസഡറിന്റെ ടയർ ഊരി കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ചെത്തനാപ്പിയുടെ വണ്ടി പള്ളിമുറ്റത്ത് കാണത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആ ദാണ്ടടാ വണ്ടി. വണ്ടി കിട്ടിയേ. നഷ്ടപ്പെട്ടു പോയതാ. രണ്ടും എഴുതിരിയാണ്. ഇന്നത്തെ പതിവില്ലാതെ വലിയ സന്തോഷത്തിലാണല്ലോ. 1 രൂപയോടോ 50 പൈസയോടോ. നീ ഒരു 5 രൂപയ്ക്ക് എടുക്ക്. ഭക്തിയുടെ കാര്യത്തിൽ നമ്മൾ പഞ്ചത്തര കാണിക്കാൻ പാടില്ല. മനസ്സിലായോ? താടാ. ഓ ആവേശം കളയാതെ ഇങ്ങോട്ട് കടിച്ചു പിടിക്കാൻ തുടങ്ങില്ലേ. എനിക്ക് പ്രാർത്ഥിക്കാൻ മുട്ടിട്ട് വയ്യ. കർത്താവേ, നീ വലിയവനാണ്. ജീവിതത്തിൽ ഓരോരോ വീഴ്ചകൾ വന്നപ്പോഴും എന്നെ നീ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ വരാൻ കഴിയാത്തതിൽ ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രാജ്യം വരേണമേ. കർത്താവേ, അങ്ങും വരേണമേ. കൊള്ളാവല്ലോ. അല്ല, അലങ്കാരപ്പണിയാ. ഇതിനിച്ചിരി പിരിവ് കൊടുക്കേണ്ടതായിരുന്നു. എന്നെ കാണാമല്ലോ. ഈ പള്ളിയിൽ വെച്ച് ആഹ്ലാദത്തിൽ പാടാൻ പറ്റിയൊരു പാട്ടേതാ? സന്തോഷ സൂചകമായി തന്നതും സ്വീകരിച്ചു പാലകരഞ്ഞങ്ങൾ. ഇതാ പോകുന്നേ, ഇതാ പോകുന്നേ, ഇതാ. നിന്നെ നിന്റെ മാമോദീസായ്ക്ക് ശേഷം ഇതുവഴി കണ്ടിട്ടില്ലല്ലോ കുഞ്ഞാടെ. അതെന്നാ പറ്റി? അച്ചോ, ഒരുത്തന് വെളിപാട് കിട്ടി കയറി വരുമ്പം ഇതുപോലെ വെറുപ്പിക്കുന്ന ഡയലോഗ് പറയരുത്. നിങ്ങളുടെ അളിയൻ കൊണ്ടുപോയി. ആ ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ നിങ്ങളുടെ അളിയനാ പറഞ്ഞു. അയാളാ പറഞ്ഞു നിങ്ങളുടെ അളിയനാണെന്ന്. എന്റെ അളിയന്മാരൊക്കെ സൗദി കിടക്കുമല്ലോ. കിടപ്പിലാന്നോ? അങ്ങനെയാന്ന് 2 മെഴുത്തിലൂടെ അങ്ങ് കത്തിച്ചു. അയ്യോ, ഇവിടെ വീടല്ലേ ചത്തനാപ്പി, ഇവിടെയൊക്കെ കല്ലുള്ളതാ. സൂക്ഷിച്ച്. ചത്തനാപ്പി ചത്തോ? ചത്തനാപ്പി.
ഹലോ. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ യേശു മാത്രം സമ്പത്താകുന്നു. ഇച്ചിരി കഞ്ഞി കൂടി ചേട്ടായി. എടാ ചൊവ്വരെ, പാപ്പിച്ചായനെ ഒന്ന് വിളിച്ചോണ്ട് വാ. സൗദിയിലുള്ള അളിയന്മാരെയും വിവരം അറിയിക്കണ്ടേ? ഈ പെരയും കടയും കൂടെ ഇവിടെ പേരിലാക്കി വെക്കാന്ന് പണ്ടൊരു വാക്കു പറഞ്ഞായിരുന്നു. അത് രജിസ്റ്റർ ആക്കണ്ടേ? കൂതാശ നടത്താൻ അച്ഛനെങ്ങ് വിളിച്ചോണ്ട് വന്നാലോ? എടി സാറാമേ, ഞാൻ ചാവാൻ കിടക്കുവല്ല. കഞ്ഞി തൊട്ടപ്പോ പൊള്ളുന്നു. അത് ചൂടാറാതെ കഴിക്കാൻ പറ്റൂ? അതിന്റെ ഇടയ്ക്ക് അവന്റെ കൊച്ചു അമ്മച്ചി വാ, നമുക്ക് പോവാം. ഹോ, എന്നാലും എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി കൊണ്ടുപോയപ്പോ മുടിഞ്ഞു പോണേ. അമ്മച്ചി വാ. എടാ എണീറ്റ് മാറിയടാ. ആ എസ്റ്റി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ സാറാമ്മയുടെ പ്രാക്കോട്ട് അവൻ ഏശാനും പോകുന്നില്ല. അതെന്താ എത്തനാപ്പി? എടാ, ഈ സാറാമ്മ തന്നെ എത്രയോ പ്രാവശ്യം എന്നെ പ്രാഗിയിരിക്കുന്നു. എന്നിട്ടും ഞാൻ നല്ല പുട്ടുപോലെ ഇരിക്കുമല്ലയോ. ഓ, എന്നാലും ആ പഴയ ഉന്മേഷമൊക്കെ അങ്ങ് പോയെന്നേ. എടാ, മനസ്സ് സ്തംഭിച്ചു പോയടാ മക്കളെ. 78, 88, 97, 19 വർഷം കൂടെ കൊണ്ടു നടന്ന വണ്ടിയാ. ചെത്തനാപ്പി കട തുറക്കണം. 18-ാം തീയതി നമ്മൾ ഏറ്റെടുത്ത ഒരു നാടകമുണ്ട്. അത് നമുക്ക് ചെയ്യണ്ടേ? അത് വേണം. കഴിഞ്ഞ നാടകത്തിന്റെ ക്ഷീണം ഇത്തവണ തീർക്കണം. എടാ, സീതയുടെ വേഷം കെട്ടുന്ന പൂങ്കുന്ന അങ്ങ് മദ്രാസിൽ പോയി കിടക്കുമല്ലയോ. സീതയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെത്തനാപ്പി കപ്പ്യാരി കുഞ്ഞിനെ കൊണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ടേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാ. വാ, എന്നേക്ക് ചെല്ലേ. കപ്പ്യാരൂഞ്ഞെ, നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റേഷനിലേക്ക് വാ. ആകെ കൂടെ ആ കട്ടോണ്ട് പോയവനെ കണ്ടത് നീ മാത്രമല്ലയോ? നീ കണ്ടായിരുന്നോ? പിന്നെ ഒത്ത ശരീരം, ഒരു 6.5 അടി പൊക്കം, നെറ്റിയില് ദേ ഇവിടെയായിട്ടൊരു വെട്ടിന്റെ പാട്. കർത്താവേ, എന്നാലും പള്ളിമുറ്റത്തിട്ട് തന്നെ നീ എന്നെ പരീക്ഷിച്ചു കളഞ്ഞല്ലോ. അതെ, ലങ്കാദഹനത്തിനകത്ത് സീതയ്ക്ക് വലിയ ഡയലോഗില്ല. നായകൻ ഹനുമാനല്ലേ. സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുമ്പോ അയ്യോ അയ്യോ എന്നൊന്ന് കരയണം. എന്നാലും ഈ 2 സീൻ ചെയ്യാൻ എന്താ ഇത്ര മടി? പാട്ടൊന്നുമില്ലേ? 2 പാട്ടുണ്ട്. ഒന്ന് അശോകവനിയിൽ സീത ഇരിക്കുമ്പോൾ ഒരു ശോകഗാനം, പിന്നൊന്ന് യുഗ്മഗാനം. ശ്രീരാമൻ സീതയെ പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ സ്റ്റേജിൽ ലൈറ്റ് കിടും.
പിന്നെ ലൈറ്റ് വരുമ്പോൾ സ്റ്റേജിൽ മുഴുവൻ വെളുത്ത പുക. സ്റ്റേജിൽ ശ്രീരാമനും സീതയും മാത്രം. ശ്രീരാമൻ സീതയെ ചേർത്ത് പിടിച്ച് പാടുകയാണ്. അയ്യടാ ചുമ്മാതല്ല എന്നെ അഭിനയിപ്പിക്കാൻ ഇത്ര ആഗ്രഹം. ആക്ടിങ് ഈസ് ബീയിങ് പ്രൈവറ്റ് ഇൻ പബ്ലിക്. അത് സീതയ്ക്കറിയാം. അതിപ്പോ എവിടുന്ന് പഠിച്ചു? പൂങ്കുന്നത്തിനെ വിളിച്ച പാവം പറഞ്ഞ. അത് പോട്ടെ, തിരിച്ചു ചെന്ന് സദാശിവൻ സാറിനോടൊക്കെ പറയാലോ. അമേരിക്ക വളർന്ന കൊച്ചു നാട്ടിൽ വന്ന് രാമായണത്തിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷാവില്ലേ? ഞാൻ നോക്കട്ടെ. അടുത്തതായി അമ്മേ ശരണം, പുലി വാഹനൻ, പ്രണയത്തോട് പ്രണയം എന്നീ ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീ പുത്തൻ വീട്ടിൽ രാജേന്ദ്രനെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തോറ്റ മെമ്പർ ശ്രീ പാറമടിയിൽ സീമോൻ ആദരിക്കുന്നു. ഇതാരുടെ പുത്തൻ വീട്ടിൽ രാജേന്ദ്രനെ ആദരിക്കുന്നേ? എടാ, അത് കാശ് അങ്ങോട്ട് മേടിച്ചുള്ള ആദരിപ്പീരല്ലേ. 500 രൂപയും പൊന്നാട് വേണ്ട അവരേതവനെയും പിടിച്ച് ആദരിക്കും. നമ്മുടെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ അവനെയും പിടിച്ചൊന്ന് ആദരിപ്പിക്കായിരുന്നു. അടുത്തതായി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നൃത്ത സംഗീത നാടകം നടന തിലോത്തമൻ ചെത്തനാപ്പിയുടെ ലങ്കാദഹനം. എന്താടാ? എന്തോ പെട്ടെന്നൊരു നെഞ്ചുവേദന. ആശുപത്രി പോണോ? തട്ട കയറാൻ പറ്റുമോ? ആ പാപ്പിയോട് പോയി ചോദിക്കും. അവൻ എത്രയോ പ്രാവശ്യം റിഹേഴ്സൽ കണ്ടതാ. ഡയലോഗൊക്കെ അവന് ഹൃദിഷ്ടമാ. ഇവൻ എന്നെ മുടിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാ. ചിന്തക്കാര് പറഞ്ഞത് 1500 രൂപ തരാമെന്ന. ഒരൊറ്റ പൈസ തന്നു. ഏതോ 2 നാടുകൾ 4 കസേരകൾ തല്ലിപ്പൊട്ടിച്ചെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 200 രൂപ അങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ ഗുണസിയായോ? അതൊക്കെ പോട്ടെ, എന്റെ പേര് മാറിയോ? എടാ, പട്ടാളത്തിൽ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർഷിപ്പ് വാങ്ങിയവനാ ഈ ചെത്തനാപ്പ്. പോരാൻ നേരം കേണൽ കുര്യാക്കോസ് എന്റെ തോളിത്തട്ടിയിട്ട് പറഞ്ഞു, മിസ്റ്റർ എബ്രഹാം, we will miss you. You are a great soldier and a wonderful actor. ഇത് വല്ലതും നിനക്കറിയാവോ? അതിനിപ്പോ എനിക്ക് നാടകം വല്ലതും കളിച്ച് വല്ല ശീലമുണ്ട്. എടാ, ഈ കള്ളും കുടിച്ചിട്ട് തട്ടേ കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അത് ഈ ഹനുമാൻ സ്വാമിയുടെ വേഷം കെട്ടാൻ. കള്ളു കുടിച്ച കാര്യമൊന്നും പറയണ്ട. നിങ്ങളുടെ നാടകം ശരിയല്ല. എന്താണ് എന്റെ നാടകത്തിന് കുഴപ്പം? നിങ്ങളുടെ നാടകത്തിന് ഒരു 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 ഇതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ജ്വാലയായി നോക്ക്. അതിനകത്തെ പെങ്കൊച്ച് കരയുന്ന കണ്ടു കഴിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും കരയല്ലയോ? കാരണം എന്താ? അതിനകത്ത് ഒരു ജീവിതമുണ്ട്. ഇതങ്ങനെ വല്ലതാണോ? ഹനുമാൻ ലങ്കയിലോട്ട് ചാടുന്നു, പാലം പണിയുന്നു, അവിടെ യുദ്ധം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു തോളെ രാമനെ വെച്ചോണ്ട് അങ്ങോട്ട് പോവുക, മറുതോളെ സീതയെ വെച്ചോണ്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ തീരാവുന്ന കേസ് കിട്ടല്ലേ ഉള്ളൂ. ഇതുമ്മ മേനകെട്ട ഏർപ്പാട്. അത് ഞാനാണോ ഇതൊക്കെ എഴുതിയത്? പിന്നെ എന്തുവാ കഥ, തിരക്കഥ, സംവിധാനം, ചെത്തനാപ്പി എന്ന് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തോണ്ടിരുന്നത്? എടാ, അതിപ്പോ ഞാൻ അയ്യോ ഈ വാൽമീകി വല്ല വ്യാസൻ ഈ പോങ്ങനോടൊക്കെ ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ. പിന്നെ എന്റെ 1500 പ്ലസ് 200 1800 അല്ലെങ്കിൽ 900 പൈസ. രണ്ടുപേരും കൂടെ പിന്നെയും തുടങ്ങിയോ? ഇന്നിനി റേസിന് പോകാൻ ഞങ്ങൾക്ക് പറ്റിയല്ല, വേറെ പണിയുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് എങ്ങാനും നോക്കാം. സണ്ണി സാറേ, ഈ സ്റ്റീഫൻ ഈ കേബിളിന്റെ കോപ്പ് തുടങ്ങിയ കാര്യം എനിക്ക് മൊത്തം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ കൂടെ എന്നാ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് 10,000 രൂപ ഇറങ്ങി. അല്ല വർക്കി, എന്തോ ശരിക്കും പരിപാടി? മുതലേ, താൻ ഇനി 1 രൂപ ഇറക്കണ്ട. പിന്നെ കേബിളിന്റെ കട തുടങ്ങിയ കാര്യം, നമുക്ക് ഈ റേസ് എല്ലാം ഓടി നടന്ന് ഷൂട്ട് ചെയ്യണം. അതിനൊരു മറ. മുതലക്കുഞ്ഞ്, നമ്മൾ ചുമ്മാ തമിഴ്നാട്ടിൽ ചെന്ന് പന്തയക്കാരോട് പണമിറക്കണമെന്ന് പറഞ്ഞാൽ അവരിറക്കുവോ? ഇല്ല ഇല്ല. അപ്പം നമ്മൾ ഒരു സാമ്പിൾ റേസ് പിടിച്ച് അത് കാസറ്റിലാക്കി അവിടെ ചെന്ന് കാണിച്ചാൽ ഒരു 10 പേര് വീഴും. അത് ഉറപ്പാ. ഇത് ഈ പറയുന്ന പോലെ പൈസ ഇറക്കാൻ ആളെ കിട്ടും. കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്കും. സണ്ണി സാറേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. നാഗർകോവിലിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ
തിരുനെൽവേലി റോഡിലൂടെ പോണം. അവിടെ മാഞ്ചോല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കഴിഞ്ഞ സീസണിൽ ബൈക്ക് റേസിന് വേണ്ടി അവിടെ ചെലവാക്കിയ മൊത്തം പന്തയത്തുക എത്രയാണെന്നറിയാമോ? അറിയാമോ? 45 ലക്ഷം രൂപ. ഞെട്ടിയോ? കയ്യിൽ പൈസ ഉള്ള വണ്ടി ഭ്രാന്തന്മാര് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഒരു നഷ്ടക്കച്ചവടം കൊണ്ട് സണ്ണിച്ചായനല്ലേലും ഇറങ്ങൂല. ഇതെന്റെ ആദ്യത്തെ കളിയല്ല. പന്തയക്കാരെ ഒരു 45 രൂപ ഇറക്കിയാൽ അത് നടത്തുന്നവനെ ഏകദേശം ഒരു 25-30 രൂപ കയ്യിലിരിക്കും. നമുക്ക് 45 പിടിക്കണ്ട. നമുക്കൊരു 5ന്റെ കളി കളിച്ചാൽ 3 രൂപ നമ്മുടെ കയ്യിലിരിക്കും. അതോർപ്പം. ഈ പറയുന്ന പോലെ കാര്യം നടന്നാ കൊള്ളാം. എടാ മുതലേ, അച്ചായനോട് വേണ്ട. അച്ചായ, ചത്തനാപ്പി. അത്ര എളുപ്പത്തിൽ കാര്യം നടന്നില്ല. ഇച്ചിരി ഒന്ന് മൂപ്പിക്കേണ്ടി വന്നു. പിള്ളേർക്കൊക്കെ അവനവൻ്റെ പണിയുള്ളതാന്ന്. എൻ്റെ താളത്തിനൊത്ത് തുള്ളാനൊന്നും അവന്മാരെ കിട്ടത്തില്ല. നിങ്ങളുടെ അഭിനയം കലക്കി. ചേതനബി 2000 പോരാ അല്ലേ? ടൈമെക്സിന്റെ ഒരു വാച്ച് കണ്ടുവച്ചായിരുന്നു. 2400 അതിന്റെ വില. സ്റ്റീഫോ, അച്ചായ, ചേതനാബിക്ക് ഒരു 2500 കൊടു. വാ ചത്തനാപ്പി, വാ. അതെ, 2600 വേണ്ട, 2500 മതി. ഞാൻ വിട്ടേച്ച് വരാം. അപ്പോൾ നാളെ 10 മണിക്ക് കാണാം. ചേതനാപ്പിയെ സൂക്ഷിക്കണം. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ച് നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ച് നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ടേ. എന്താടാ, എവിടാ നിന്റെ മുതലാളി? ചെത്തനാപ്പി കൊച്ചിയിൽ പോയി മിലിറ്ററി വാങ്ങിക്കാൻ. പുതിയ വാച്ചും വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവന്റെ എവിടുന്നാടാ ഇതൊക്കെ മേടിക്കാനുള്ള പൈസ? ഇത് നമ്മുടെ പൂങ്കുന്നത്തിന്റെ വണ്ടിയല്ലയോ? ഇത് നിന്റെ എങ്ങനെ വന്നു? എന്റെ വണ്ടി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ പണി നടക്കണ്ടായോ? സൗദി കിടക്കുന്ന നിനക്ക് എന്തുവാടാ ഇവിടെ പണി? അച്ചായ, ഞാൻ കേബിളിന്റെ കട തുടങ്ങി ഇറങ്ങില്ലായിരുന്നോ? എന്തുവാടാ, വല്ല തരികിട പരിപാടിയാന്നോ? പണ്ട് പിന്നെ നാട്ടിൽ വന്നൊരു ചിട്ടി കമ്പനി തുടങ്ങിയവരാ. ഓ, ഇത് തരികിടയൊന്നുമല്ല അച്ചായ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എടാ, നീ രക്ഷപ്പെടുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. പക്ഷെ പിള്ളേരുടെ നെഞ്ചത്ത് കയറ്റിക്കൊണ്ട് അവരൊന്നും മാത്രമേ ഉള്ളൂ. കേട്ടോ, മുള്ളൂർക്കാരാ ഒന്ന് മാറാ. ഓ, ഇതൊക്കെ കേവിളി കാണിച്ചാ മതി. ഓ, പാപ്പിച്ചേ, ഇത് സീത. എനിക്കറിയാവുന്നേ, നീരേറ്റ് പുറത്തല്ലേ? കൊച്ചിന്റെ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റ്. അച്ഛൻ പറഞ്ഞറിയാം. അങ്കിൾ, ഇന്ന് പൂങ്കുന്നമില്ലല്ലോ, ഞാനും കൂടെ റേസ് ചെയ്തോട്ടെ? ആഹാ, പിന്നെന്താ, മോക്കതിനുള്ള ധൈര്യം ഉണ്ടേ ആയിക്കോ. കല്ലുണ്ട്, നോക്കി വാ.
പോകാൻ പറ്റില്ല? പോയി നോക്കാലോ. നമുക്ക് വിട്ടേക്കാം, വാ. എല്ലാരും നോക്കി ഇറങ്ങട്ടോ. അവൻ്റെയൊക്കെ ഒരു ബോർഡ്. പാവം പിടിച്ചതല്ലടാ. വരുന്നേ വാ, കേറിക്കോ. സംഭവേറ്റു. നിന്ന നിൽപ്പിലെ ആ പെൺകുട്ടി കൂടി കയറി ഓടിച്ചതാ ആ തമിഴന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത്. അവളാളൊരു സുന്ദരിയാ കേട്ടോ. അവരെത്ര ഇറക്കും? അധികം താമസിയാതെ ഒരു കളി നടത്തിയാൽ എന്റെ കണക്കൂട്ടിൽ അവരൊരു 7 ഇറക്കും. ആ ചെത്തനാപ്പി കൊടുകൈ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ റേസ്? ഇഷ്ടപ്പെട്ടോ? പിന്നെ ചെത്തനാപ്പിരി. അല്ല, അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് കളി കണ്ടു? അങ്ങനെ ഓടി നടന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ കളിയൊന്നും. ആ ശീവന് ചെക്കൻ ക്യാമറ പിടിച്ചിട്ടായിട്ട് കണ്ടു, അതന്നെ. അടുത്തത് വേണേൽ നമുക്ക് ആ കാഞ്ഞിരത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്താം. അപ്പൊ നിങ്ങൾക്ക് ഇരുന്ന് കാണാമല്ലോ. ഓ അത് വേണ്ട. ഈ നാട്ടുവഴിയും അതിലെ ചെളി, അതൊക്കെയാണ് അതിന്റെ ഒരു സുഖം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സണ്ണി സാറേ, പണ്ട് ഈ പരിപാടി വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാക്കിയാൽ പോലീസുകാർ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? ചേത്തനാപ്പി, ഇവിടെ അടുത്ത് സ്റ്റേഷൻ എവിടെയാ? ഇവിടെ അടുത്തൊന്നും സ്റ്റേഷനില്ലല്ലോ. അതങ്ങ് 15 കിലോമീറ്റർ ദൂരെയല്ലേ. നമ്മുടേത് ഈ നാട്ടിൽ കിടന്നുള്ള കളിയല്ലേ. ഓടിക്കുന്നവൻ വല്ലവന്റെ നെഞ്ചത്ത് കയറ്റിയാൽ മാത്രമേ അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വരികയുള്ളൂ. ഇനി അതല്ല, വല്ലവരും മൂപ്പിച്ചോണ്ട് വന്നാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാനങ്ങ് വിട്ടേക്കാം. വാചതനപ്പി വേണ്ടായിരുന്നു. ഇരിക്കട്ടെ എന്ന്. പിന്നെ കുറച്ചും കൂടി നല്ല ക്യാമറയുള്ള ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മൾ ഈ റേസ് എല്ലാം കൂടി പിടിച്ചു വെച്ചാ ഇവന്റെ കേബിൾ വരുമ്പോ അതിൽ കാണിക്കാലോ ഇവൻ ഈ നാട്ടിൽ കിടന്നൊന്ന് രക്ഷപ്പെട്ടേന്ന്. എത്ര നാളെന്ന് വെച്ചാ സൗദിയിൽ പോയി കിടക്കുന്നു. ആ പിന്നെ പിന്നെ വേണ്ട സഹായമൊക്കെ ചെത്തനാവ് ചെയ്തു കൊടുത്തോളാം. ഉറപ്പായി ചെയ്തോളാം. അപ്പൊ ശരി. എന്തുവായി ക്യാമറ വണ്ടി? തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതാ. ചെലവാ ദിവസം 40,000. കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിന് കരുണാനിധി ഇറക്കിയതാ പ്രചരണം ലൈവായി കാണിക്കാൻ. ഈ ലൈവ് എന്ന് വെച്ചാ നമ്മൾ ഈ ക്രിക്കറ്റ് കളി ലൈവായിരുന്നു കാണുന്നില്ല, അതുപോലെ ഈ വണ്ടി സെറ്റപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ റേസും തമിഴ്നാട്ടിലിരുന്ന് പന്തയം വെക്കുന്നവനെ ലൈവായിരുന്നു കാണാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫോട്ടോ വെച്ച് മറ്റോ പോരുതോ? ഈ റേസ് മാത്രം പറഞ്ഞു കിടക്കുന്ന കുറെ പിള്ളേരുണ്ട് അവിടെ. മുതലക്കുഞ്ഞെ, ഇത് നാടൻ റേസാ, അതിന്റെ സുഖം ഒന്ന് വേറെയാ. ഇനിയിപ്പോ എന്നാ നമ്മുടെ 7ന്റെ കളി?
നവംബർ 4. ഒരിക്കലൊരാൾ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ചന്തയിൽ സന്തോഷവും സങ്കടവും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടത്രേ. കടയിൽ സന്തോഷവും സങ്കടവും ഒക്കെ വിൽക്കാൻ കർത്താവും. പീലിപ്പോസ് ആ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലച്ചോ. പിറ്റേ ദിവസം ഉറക്കമുണർന്ന് അയാൾ ചന്തയിൽ ചെന്നു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ സ്വപ്നത്തിൽ കണ്ട അതേ കട, അവിടെ അയാൾ സ്വപ്നത്തിൽ കണ്ട അതേ വേഷത്തിൽ കർത്താവും. അയാൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് സന്തോഷം വേണം. കർത്താവ് ഒരു ചിരി ചിരിച്ചിട്ട് കുറേ വിത്തുകൾ എടുത്തു കൊടുത്തു. ഈ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ മനുഷ്യർ തന്നെ വിത്തിട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നതാണ് പീലിപ്പോസേ. എത്ര പേരല്ലേ. ചിലരൊക്കെ മുഴുവനും ജീവിച്ചു, ചിലരൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയി. ആ പയ്യൻ തന്നെ എല്ലാ ദിവസവും ഇവിടെ വരും, ബൈക്ക് ഇവിടെ തന്നെ കാണാൻ വരും. അവൻ ചോദിച്ചതൊക്കെ വീട്ടുകാർ മേടിച്ചു കൊടുത്തു. എന്നിട്ടൊരു പെൺകുട്ടി ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് വിഷമെടുത്ത് കുടിച്ചു കളഞ്ഞല്ല പീലിപ്പോസേ. മനുഷ്യന്റെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് അറിയാൻ പറ്റൂലല്ലോ അച്ചോ. പീലിപ്പോസിനെ കർത്താവിനെ കാണുകയാണെങ്കിൽ കർത്താവിനോട് പറയണം, ഇത്രയൊന്നും സൗഭാഗ്യങ്ങൾ കൊടുക്കരുതെന്ന് മനുഷ്യന്. ആവശ്യത്തിലേറെ സുഖവും സന്തോഷവും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ട് എൻ്റെ പീലിപ്പോസേ. മനുഷ്യരത് കാണുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്തതാണ് ഇവിടെ പലരുടെയും പ്രശ്നം. ഒരു പൂ വിരിയെന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്ന മനുഷ്യരില്ലെങ്കിൽ, ഒരു കുഞ്ഞു കരയെന്ന് കേൾക്കുമ്പോൾ നെഞ്ചൊന്ന് വിങ്ങുന്നവരില്ലെങ്കിൽ, പിന്നെന്തിനാണ് പീലിപ്പോസേ ഈ ഭൂമിയിലൊക്കെ? അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിക്ക്. എന്താ ഇത്? എല്ലാം ഇതിലുണ്ട്. എനിക്ക് വേണ്ട, അമ്മ വഴക്ക് പറയും. മേടിക്കുന്നേ, ആരും അറിയത്തില്ല. വേണ്ട. ഒന്നിങ്ങ് വന്നേ. ഞാനിത് എവിടെ ഒളിപ്പിച്ചു വെക്കും? വായിച്ചേച്ച് കത്തിച്ചു കളഞ്ഞോ? എനിക്ക് പരാതിയില്ല. ആരെങ്കിലും അറിഞ്ഞ, പാപ്പിച്ചാൻ അറിഞ്ഞിട്ട് നട്ടല്ലൂരും. മുന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നിലോ? ഇല്ല. പിന്നെന്താ? മേടീര്. യെസ് ആണ് ഉത്തരവെങ്കി അടുത്ത റേസിന് ഓറഞ്ച് ഉടുപ്പിടണേ. ഓറഞ്ചോ? ഞാനൊരെണ്ണം മേടിക്കാം. അതെ, അടുത്ത റേസിന് ജയിക്കണേ. നോക്കട്ടെ. അല്ല, ജയിക്കും. വരുന്ന വഴിയായിരിക്കും അല്ലേ? நீங்க யாரு? உங்களை எனக்கு தெரியுமா? ராஜா கையா பச்சீஸ். எடா டார்லிங்.
പൂങ്കുന്നം വന്നപ്പോഴൊന്ന് രസമായ നല്ല തമാശക്കാരനാ. സീതയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കുറെ നാളായി വിചാരിക്കുന്ന ഒരു കണ്ണാടി മേടിക്കണം. തന്നെ നോക്കട്ടെ. ഓ പാണ്ടി സാധനമാ. ഓ സൂക്ഷിച്ചുപയോഗിച്ചാൽ പെട്ടെന്നൊന്നും പോകത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ടൂറ് പോവോ? എന്ത് ടൂറ്? ഞങ്ങളൊക്കെ 10 പഠിക്കുമ്പോൾ ടൂറ് പോകാറുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, കൊച്ചി മോഡേൺ ബ്രെഡ് ഫാക്ടറി. കൊടൈക്കനാലിൽ ചെന്നിറങ്ങി അപ്പം തന്നെ എല്ലാവരും 5 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് മേടിച്ച് വെക്കും. ഞാനൊരു 6 മാസം ഉപയോഗിച്ചായിരുന്നു. ഞാൻ അടുത്ത തവണ വരുമ്പോ ഒരു റേബാൻ കൊണ്ടുതരാം. ഉടനെ തിരിച്ചു പോണല്ലേ? സീത മിടുക്കിയല്ലേ? കുഞ്ഞമ്മയുടെ മോൻ ഇംഗ്ലീഷ് അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്നോടെന്താ ഇത്ര കൂട്ട്? അതിനാർക്ക വലിയ കൂട്ട്? കാണുമ്പോ മിണ്ടും, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പൊ കൂട്ടുകാരോട് എന്നെ പറ്റി തമാശ പറയല്ലേ? തമാശയൊക്കെ പറയും. നമ്മൾ നാടകം കളിച്ചതും ബൈക്ക് ഓടിച്ചതുമൊക്കെ. പക്ഷെ കളിയാക്കിയൊന്നും പറയില്ല. ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഇപ്പോൾ സ്റ്റാൻഫോർഡിൽ പോകുന്ന കാരണം ഇനി എല്ലാ കൊല്ലം വരാൻ പറ്റുമെന്നും അറിയില്ല. ഇനി ഞാൻ വരുമ്പോൾ ചിലപ്പോൾ മുള്ളൂർക്കാരൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കാര്യം അറിയത്തില്ല. എനിക്കവിടെ ഒരാൾ വലിയ ഇഷ്ടമായിരുന്നു. 4 കൊല്ലം ഞങ്ങൾ പ്രേമിച്ച് നടന്നു. ഈ പ്രേമിച്ചവർ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയില്ലേ, നമുക്ക് ചാവാൻ തോന്നും, മടുപ്പ് തോന്നും. ഇനി ഒരിക്കലും പ്രേമിക്കില്ല എന്നും. But I had a wonderful holiday. Actually, the best one I ever had. And I think I might fall in love again. എന്ന് പറഞ്ഞ ലവ് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ അത്രയും അറിഞ്ഞാ മതി. ഇതെന്തുവാടാ എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ണുദീനം വന്നു? എടാ പൂങ്കുന്നോ എന്റെ മുത്തേ, നീ എപ്പോ വന്നോ? നീ കേറി വന്ന്. ജയ് ഹനുമാൻ. എടാ എനിക്കൂടെ തരാൻ കണ്ണുദീനം ഒന്നും ഇല്ലോട്ടാ. കൊള്ളാമല്ലോ. ചെത്തനാപ്പി നല്ല ഇറുക്കാ. ഇറുക്കൊന്നും ഇല്ലടാ പോയി, നല്ല പാകമാ. എടാ മോനെ എങ്ങനെ ഉണ്ടായിരുന്നടാ ഷൂട്ടിംഗ്? കലക്കി കലക്കി. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് നമുക്കൊരു റേസ് അങ്ങ് നടത്താം. ഈ മാസത്തെ എന്റെ പെൻഷൻ പൈസയിൽ ഇച്ചിരി DA കൂടുതൽ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നതിന് എന്റെ വക 1000 രൂപ സമ്മാനം. ഈ ടൈപ്പ് വണ്ടി മദ്രാസിലേ ഉള്ളൂ. അതിൽ തമിഴ് എഴുതി വെച്ചേക്കുന്നുണ്ട്. നീ ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ. സത്യം പറ, അത് എന്നാത്തുള്ള വണ്ടിയാ? അതിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ ക്യാമറ കിടന്ന് ഇളകരുത്. അതിന് നല്ലത് വലിയ വണ്ടിയാ. കൊള്ളാം ചെത്തനാപ്പി. ആ ബെൽറ്റിന് കൊടുക്കണം കാശ്. എടാ ഞാനൊരു 1000 രൂപ കൊടുക്കാന്ന്. അത് നീ തന്നേ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ തരാന്നേ. പിന്നെ
വണ്ടിയുടെ കാര്യം പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ അത് മതി, അത് മതി. ഒറ്റൊരുത്തിനും വിചാരിച്ചില്ലല്ലേ കുമ്പള ജയിക്കുന്ന്. അല്ല, ഇനിതാ പിള്ളേര് തമ്മിലുള്ള കള്ളക്കളിയാണോ? എന്തേലും ആട്ടെ, എല്ലാവരും ആ മുള്ളൂർക്കാരന്റെ പുറത്തും മറ്റവന്റെ പുറത്തും കെട്ടിയത് കാരണം നമ്മൾ തൂത്തുവാരി. ആ ചെത്തനാപ്പിനോട് ചെന്ന് പറ, സറപ്പറേന്ന് പറഞ്ഞൊരു 5-6 റേസ് നടത്താൻ. ഈ മൂച്ചിനാണ് നമുക്കൊരു 5-6 പുത്തൻ ഉണ്ടാക്കാൻ പറ്റും തണ്ണിച്ചായ. എടാ കൊച്ചനെ, എല്ലാവരുടെയും മോന്തയും പതിയണം കേട്ടോ. ആ ദിവാകരൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ മോടെ കല്യാണത്തിന് എന്നെ വിളിച്ചതല്ല. ഇവനേതാടാ പൂങ്കുന്നം? ഇത് രാവണൻ, ഞങ്ങളുടെ സാറാ. എടാ എടാ എടാ, ഈ കപ്പ്യാരി കുഞ്ഞിന് സ്വല്പം ഇഞ്ചിക്കരി വിളമ്പി. ഇപ്പം എടുത്തോണ്ട് വരാം. ആ സന്തോഷം വന്നിട്ടുണ്ടല്ലോ, നല്ലവനാ. ഈ പരിപ്പ് ലേശം വളിച്ചതല്ലേ? ഏയ് വളിച്ചു കാണൂ. കുറച്ചുകൂടെ പറയാൻ പറ്റത്തില്ല, രാത്രി 10 മണിക്ക് കണ്ടു വന്നതല്ലേ. എടാ ചൊവ്വരെ ഇങ്ങോട്ട് വന്നേ. ഷേടാ, ഇവനെയൊക്കെ ആരെ വിളിച്ച് കുറിയും തൊട്ടോണ്ട് ഇറങ്ങിയേക്കുവാ. ആ ഇവിടെ ഉണ്ടായിരുന്നോ? കഴിക്ക്. എടാ ഇതാ സുഗതൻ ചേട്ടന്റെ മോനല്ലേ, മിടുക്കൻ പയ്യന്. വേണ്ട വേണ്ട വേണ്ട, പേപ്പട്ടി കടിച്ചതാ. അതെ, നീ ആ പായസം കൊണ്ടുവാ. പായസം കടയടച്ചേച്ച് ഭാര്യയും മോനെയും കൊണ്ട് റെനി വന്നിട്ടുണ്ടല്ലോ. നല്ല മനുഷ്യനാ. ആ പാപ്പിയും കുടുംബവും ഉണ്ട്. അത് ബാക്കിയുള്ളവർക്കൂടെ കൊടറാ.
എന്തു അടി ഇത്? ആളുകൾ കണ്ടാ വിചാരിക്കും കറവയില്ലാത്ത വീട്ടിലാന്ന്. ശശി അണ്ണൻ മോനെ വിട്ടിട്ടുണ്ട്, മല്ലപ്പള്ളിക്കാരനും ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചാ കൊച്ച്. പുത്തൻ വീട്ടിൽ രാജേന്ദ്രനും ഉണ്ട്. ഇവനും ആള് മിടുക്കനാ. ഇവൻ എന്നാത്തിന് ഇവിടെ നിന്ന് താളം ചവിട്ടുന്നു? നല്ല സദ്യയല്ലേ? ചേർക്കെന്തുവാ രണ്ടാമത് വന്ന് വിളമ്പാൻ ചേട്ടൻ ഇവിടെ നിൽക്കല്ലേ? നീ ഇത്രയൊക്കെ കഴിക്കൂ, കനത്ത പൊളിങ്ങാലോ. ഓ അങ്ങനെ. ചുമ്മാ പറഞ്ഞ. അതൊന്നും ഞാൻ കല്യാണം ആയതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് കഴിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്കൊന്നും കഴിക്കാറില്ലല്ലോ. പറയില്ല കേട്ടോ. ഒന്ന് പോ. സാമ്പാറിൽ ഇത്തിരി വെള്ളം ചേർത്തോട്ടെ എന്ന് രാജേട്ടൻ ചോദിച്ചു. കഞ്ഞിവെള്ളുണ്ടോ? ക്ഷമാഞ്ചേരി എന്തോ അമ്മാവാ? എടാ, സാമ്പാറിൽ ഇച്ചിരി കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ കടുക് വറക്കാൻ പറയണം. അതൊക്കെ രാജേട്ടൻ ഇഷ്ടം പോലെ ചെയ്തോളും. പിള്ളേർക്കൊന്നും ഒരു വിലയുമില്ല. എന്നാ പിന്നെ ചെറുത് രണ്ടെണ്ണോട് വിട്ടേച്ചും വരാം. വയറ് നിറഞ്ഞ? ശരിക്കും വയറിറങ്ങും. എന്നാ വാ, ഇനി നമുക്ക് സദ്യയെ പറ്റി കുറ്റം പറയാം. ഞാൻ ഇനി എഴുതും. ആഹാ, നിനക്ക് എന്തോ നിന്റെ കുറവാടി? എനിക്ക് എന്തോത്തിന്റെ കൂടുതലാ? അല്ല പറഞ്ഞതാ. അഹങ്കാരം പറയുന്നോടി. ആർക്ക് വേണ്ടിയാടി ആ മനുഷ്യന്റെ ആപ്പകില്ലാതെ കഷ്ടപ്പെടുന്നത്? ഞാൻ കുമ്പളച്ചേട്ടനെ കെട്ടിയാലേ വർക്ക്ഷോപ്പ് കുമ്പളച്ചേട്ടൻ നടത്തിക്കോളും. തർക്കുത്തരം പറയുന്നോടി അസത്തെ. എന്തോന്നാടി ഈ ബഹളം? കൊച്ചനെ അതോട്ട് പോയേ. ഇടി, ഒരു മര്യാദ വേണ്ട ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ ഈ സന്ധിക്ക്. ആ കടയിൽ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിന്റെ ഒച്ച കാരണം. ഇങ്ങ് വാ മനുഷ്യ. അതെ, കുമ്പളയിൽ ജ്ഞാനായിക്കാരനാ. കള്ളുകുടിയുമില്ല, പീടിവലിയുമില്ല. അവന്റെ അമ്മേനെ അച്ഛനെയും അവൻ പൊന്നുപോലെ നോക്കുന്നേ. നല്ല പയ്യനാ. ഓഹോ, നല്ല പയ്യനായിട്ടാണോ നീ ഇത്രയും നേരം അവളെ വായി തോന്നിയ മുഴുവൻ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത്? എടി, നല്ലവനാണെ പിന്നെ കെട്ടിച്ചു കൊടുക്കുന്നില്ല, എന്താടി തെറ്റ്? ഒരു തെറ്റുമില്ല. പെണ്ണൊരുത്തൻ ഇഷ്ടാന്ന് പറഞ്ഞ ഉടനെ പിടിച്ച് കഴുത്തിലൊരു മെഡൽ ഇട്ട് കൊടുക്കുവാണോ വേണ്ടത്? നിങ്ങൾ എന്നാത്തിനാ മനുഷ്യ സീരിയലൊക്കെ കാണുന്നത്? ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഈ ചുറ്റിയൊന്നും കയ്യിലില്ലല്ലയോ ഉണ്ടാക്കാൻ നടക്കും. ഞാൻ ഇവിടെ വെച്ചായിരുന്നു. ഒരാളല്ലെങ്കിൽ ഒരു കോഴി, അതൊക്കെ മനസ്സമാനമുള്ളൊരു കാര്യമല്ലേ? ഇത് അങ്ങനെയാണോ? ഇത് എന്തോ വിജയ? 2 പവന്റെ മാല ഈ ഇരുമ്പിലും തുരുമ്പിലും ഒക്കെ അരിച്ചു പെറുക്കി ഉണ്ടാക്കിയത്. 2 പവന്റെ മാല എന്റെ മകൾക്ക് വേണ്ടിയിട്ട്. അതായി പന്നമെന്ന് മോട്ടിച്ചോണ്ട് പോയത്. അതുകൂടാതെ പണപ്പെട്ടി കിടന്ന 150 രൂപ. ഇല്ലാത്തത് പറയരുത്. പിന്നെ എന്റെ മാല എവിടെ പോയി? അതിപ്പം എൻ്റെ SD എവിടെ പോയി? നമ്മുടെ ചത്തുപോയ അപ്പനാണ്. പാപ്പി, നീ എന്നെ സംശയിക്കരുത്. നീ 2 പവന്റെ മാല ഉണ്ടാക്കിയെങ്കിൽ ഞാൻ 5 പവന്റെ ഉരുപ്പടി അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നോട് നീ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. പിന്നെ അത് എന്നാലും എൻ്റെ സണ്ണിച്ചായ ആ മാലമോഷണം അങ്ങ് ഏറ്റില്ലല്ലോ. അത് പൊക്കാനായിട്ട് അമ്പലപ്പുഴയിൽ നിറക്കിയ പീലിപ്പോസ് ആണെങ്കിൽ 1000 രൂപയും കൊണ്ടുപോയി, ആ 2 പവൻ്റെ മാലയും കൊണ്ടുപോയി. അടിയോ നടന്നില്ല. ആ മാലയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു റേസെങ്കിലും നടത്തിക്കാമായിരുന്നു. എന്താ മുതലക്കുഞ്ഞെ, പടവലങ്ങയ്ക്കൊന്നും ഒരു ആരോഗ്യമില്ലല്ലോ. എൻ്റെ അച്ചായ ഈ പച്ചക്കറിയൊക്കെ അവൻ ആ പെണ്ണുങ്ങളെ പണിക്ക് നിർത്താൻ വേണ്ടി ചെയ്യുന്നതല്ലേ. സ്റ്റീഫ, ആ റേസിംഗ് പിള്ളേർ ആരെങ്കിലും നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമോ? പാടാ. അതിൽ നിന്നൊരുത്തിനെ അടർത്തുക എന്ന് വെച്ചാൽ പാടാന്നല്ല, നടക്കത്തില്ല. ഇനി വല്ല കോഴിയോ കള്ളോ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇവന്മാരൊട്ട് കുടിക്കത്തുമില്ല. ഇനി വഴി ഒന്നേ ഉള്ളൂ. താമസമൊക്കെ സുഖമായിരുന്നു. അളിയൻ്റെ വീടാ. പുള്ളി നാട്ടിലില്ലാത്തോണ്ട് വെറുതെ ഉണ്ടെന്ന് വിചാരിച്ചു. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരി. വെറുതെ പറയുന്നതാ. നിന്റെ കേബിളിന്റെ ഉദ്ഘാടനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? അതിന്റെ പ്രവർത്തനോദ്ഘാടനം എന്ന് പറഞ്ഞേ നമുക്കൊരു റേസ് സംഘടിപ്പിക്കാം. പ്രതിഫലം 2500 രൂപ. വേണമെങ്കിൽ നമുക്കൊരു കളി കൂടി കളിക്കാം. അതെന്തുവാ? ഇവന്മാരെ തോൽപ്പിക്കാൻ നമുക്ക് 2 ചെത്ത് പിള്ളേരെ കൂടി അങ്ങ് ഇറക്കാം. നിനക്കെന്റെ പെങ്ങളെ കെട്ടിച്ച് തരുമ്പോ ഇത്രയും കാശ് കൊയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, ഈ ബുദ്ധി നേരത്തെ തോന്നിയാൽ മതിയായിരുന്നു.
ചെത്തനാപ്പി ഇല്ലാതെയും കാര്യം നടക്കുമെന്ന് പുള്ളി ഒന്ന് മനസ്സിലാക്കട്ടെ. ഏത് ബിസിനസ് ആണെങ്കിലും ഒരുത്തനെ മാത്രം നമ്പരുത്. അഥവാ നമ്പേണ്ടി വന്നാൽ അവനതറിയരുത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ, ഞരമ്പുകളിൽ രക്തം ഒഴുക്കുവാൻ, ആവേശത്തിരമാലകളിൽ ആറാടിക്കാൻ ഇതാ കൊട്ടാരത്തിൽ കേബിൾ വിഷൻ അവതരിപ്പിക്കുന്ന കൊട്ടാരത്തിൽ ഷമുവേൽ മെമ്മോറിയൽ ഇന്റർനാഷണൽ ബൈക്ക് റേസ് 1997. ഒന്നാം സമ്മാനം 2500 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു കൊട്ടാരത്തിൽ എസ് സ്റ്റീഫൻ. രണ്ടാം സമ്മാനം 1000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു പുത്തൻ വീട്ടിൽ രാജേന്ദ്രൻ. എന്നാടാ റേസ്? 15-ാം തീയതി. ഹലോ, എക്സ്ക്യൂസ് മീ, ഈ ഇന്റർനാഷണൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? യമഹ, കാവസാക്കി ഇതെല്ലാം ഇന്റർനാഷണൽ കമ്പനികളാണോ? അപ്പം അവരുടെ വണ്ടി വെച്ച് റേസ് നടത്തിയ സംഭവം ഇന്റർനാഷണൽ റേസാ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഇന്ത്യ ഗാഡ് കരാറിൽ ഒപ്പിട്ടു. അതെപ്പോ? ഈ റേസ് എല്ലാം വേൾഡ് ബാങ്കിന്റെ അജണ്ടയുടെ ഭാഗമാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര ശക്തിയുടെ കറുത്ത കൈകളാണ് ഈ സാമുവൽ മെമ്മോറിയൽ ഇന്റർനാഷണൽ റേസിന്റെ പിന്നിലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുറെ പിള്ളേർ നിക്കറിനകത്ത് പഴുതാരം കയറി ഇളകിച്ചാടി നടക്കുന്നവന്മാരുണ്ടല്ലോ. അവന്മാര് വണ്ടി എടുത്ത് ചാടിയെന്ന് പറഞ്ഞു ആര് കാണാനാ ടിവിയില്? ദേ, നിനക്ക് അഭിപ്രായം പറയാനൊന്നുമില്ലേ? സീസർ ചത്തു കിടക്കുമ്പോൾ മാർക്കാന്റണി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അത് വണ്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. ആയിരുന്നെങ്കിൽ ഇവിടെ അടിച്ച് കാച്ചായിരുന്നു. ഒന്നുകൂടി വാടാ, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റണില്ല. ഈ ചേമാഞ്ചേരിയുടെ ഒരു കാര്യം. ആരുടെ കാര്യം പറയാന്ന രാവണ സാറെ പറഞ്ഞേ? ഒരു ഇറ്റലിക്കാരനുണ്ട്. കഴിഞ്ഞ വർഷം വന്നിട്ടേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് റേസറാണ് അയാൾ, വാലന്റിനോ റോസി. പുള്ളിയുടെ ഇരട്ടപ്പേര് ഡോക്ടർ എന്നാണ്. കാര്യം അറിയാമോ? റോസി വളവളയ്ക്കുന്നത് കണ്ടാൽ ഡോക്ടർ സർജറി ചെയ്യുന്ന പോലെ ഇരിക്കും. അത്രയ്ക്ക് കൃത്യതയാ. എടാ, നീ ഈ റേസിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോയമ്പത്തൂർ വലിയൊരു റേസ് ഉണ്ട്, ഞാൻ കൊണ്ടുപോവാം. അവന് സീത പോയതിന്റെ വിഷമോ? ഓ, അതൊക്കെ മാറിക്കോളും. ഒന്ന് കുളിച്ചേച്ച് പോയി ആ സ്റ്റീഫൻ ഇറക്കിയ പിള്ളേരെ ഒന്ന് നോക്കാം. വാടാ പിള്ളേരെ. എന്നാ സ്പീഡാവന്മാര്. നീ എന്നാണ് ഇവിടെ പതിവില്ലാണ്ട്? നാളത്തെ റേസിൽ അണ്ണന്മാര് ജയിക്കോ അതോ ഇവന്മാര് ജയിക്കോ? കണ്ടാ മണ്ണെണ്ണ സ്റ്റവ് പോലെ ഇരിക്കുന്നു. എന്തൊരു പവറാ. ഇതൊന്നും കണ്ട നിങ്ങൾ പേടിക്കരുത്. ഇവന്മാര് തെറ്റി പറമ്പുകളൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട്. എടാ മുക്കാളി, ഇമാർക്ക് ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കാൻ അറിയത്തുള്ളന്നേ. നമ്മുടെ നാട്ടിലെ വളവും തിരിവും കുന്നും ചെരുവും ഒക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ, ഇവർക്കറിയത്തില്ലല്ലോ അല്ലേ ആശാനെ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമുള്ളൂർക്കാരാ. ജയിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ ഒരുത്തനും തോൽപ്പിക്കാനൊക്കെ പറ്റും, പക്ഷെ ജയിക്കാൻ പറ്റത്തില്ല. ആശാനെ അത് മനസ്സിലായില്ല. എടാ അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വന്നപ്പോ അങ്ങ് തെറ്റിപ്പോയതാ.
ബ്രേക്ക് ബരാബർ കർണേ കേ ലിയേ അയ്യോ ഞാൻ അങ്ങ് അമ്പാലയിലാന്ന് വിചാരിച്ചു പോയി. പാപ്പിയെ ആ ബ്രേക്ക് മുറുക്കുമ്പോ ആവശ്യത്തിന് മതി. സംശാ ഇതിപ്പോ കല്യാണ സദ്യക്കാരനോട് പെണ്ണിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ ഇരിക്കും. അതെന്തോ പാപ്പിച്ചായ? ഉപ്പ് ആവശ്യത്തിന് ചേർത്തോണം എന്ന് പറയും. ആവശ്യം എത്രാന്ന് ചോദിച്ചാ പാപ്പിയെ ആ കാർബറേറ്റർ ഒന്ന് അഴിച്ചേരെ. എന്തിന്? എടാ ഈ വണ്ടിപ്പണി എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒന്ന് അഴിക്കണ്ടായോ? അല്ലാതെ ഈ 6 വണ്ടിയുടെയും കൂടെ വീലടിച്ചു മാറ്റാൻ പറ്റുമോ? കഷ്ടമായത്. രാവിലെ കോട്ട് സ്യൂട്ടും ഇട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഞങ്ങളുടെ കൺട്രാക്ട് വിടുന്ന നേരത്തെ ഞങ്ങളെ പണിയൊന്നും സഹായിച്ചു. ഇയാൾക്ക് എന്നെ അങ്ങനെ ഇയാടെ കടയുടെ പണിക്കാരനാക്കണം അല്ലയോ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഈ വാലെ കാന്താരി അരച്ച് വെച്ചപ്പോഴുള്ള ചെത്തനാപ്പിയുടെ ഈ സ്വഭാവം കാരണം നിങ്ങൾ ഒരുപാട് റേസിൽ പങ്കെടുത്തിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഇതതുപോലല്ല. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഗിയർ ഡൗൺ ചെയ്തങ്ങ് അറിഞ്ഞേക്കണം. ജയിച്ച് കേറി വാ മക്കളെ. മൂക്കളേൻ തുടച്ച് മൂലയ്ക്ക് കുത്തിയിരിക്കാൻ ഏവർക്കും പറ്റും. കപ്പടിക്കണേല് മനസ്സിന് ഒരു ദ്രുമ്യത വേണം. ഹനുമാൻ സ്വാമിയാ നമ്മുടെ ഹീറോ. അങ്ങോട്ടു ചാടിയോ ലങ്ക കത്തിച്ചിരിക്കണം. നേരത്തെ ആണല്ലോ ഫിലിപ്പോസ് ചെയ്യുന്നത്. അച്ഛൻ ഒരു തമാശയുണ്ട്. എന്തോ തമാശ? ആദ്യമൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ കേൾക്കുമ്പോ തമാശയാ. എന്റെ ഈ വണ്ടിയില് ചെത്തനാപ്പിയുടെ ഈ STL ഞാൻ പിടിപ്പിച്ച മ്യൂസിക് സിസ്റ്റത്തില് ആണ്ടലോണ്ട് എന്നൊരു പാട്ടുണ്ടായിരുന്നു. എന്ത് ലോണ്ട്? ആണ്ടലോണ്ട് പൂലാലാണ് ചന്ദ്രന്റെ പൂലാലാണ്. മുഴുവൻ പാട്ടൂടെ പാടാൻ പറ്റില്ല വെച്ചോ. പള്ളിമുറ്റത്ത് നിന്ന് പാടാൻ പറ്റാത്ത ചില അപശബ്ദങ്ങൾ ആ പാട്ടിലുണ്ട്. അപശബ്ദം ഒന്നും വേണ്ട ഫിലിപ്പോസേ, തമാശ പറ. എപ്പോ ഞാൻ ആ പാട്ട് വെച്ചാലും ഇടയ്ക്ക് വെച്ച് നിന്നിട്ട് യഹൂദിയായിലേ ആ പാട്ട് കയറി വരും. അത് ഉഗ്രം പാട്ടാ. അത് ഉഗ്രം പാട്ടാ. അതാ തമാശ. ഈ CD-യിൽ യഹൂദിയായിലേ എന്നുള്ള പാട്ട് ഇല്ലച്ചോ. സാരമില്ലച്ചോ. ഞാനൊരു തീരുമാനം എടുത്തു. ഈ വണ്ടി ചെത്തനാപ്പിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. നല്ല തീരുമാനം. പക്ഷെ അച്ഛനോടൊന്ന് വരണം. ഞാൻ വരാം. 97 ഞാൻ മോഷ്ടിച്ച വണ്ടിയാ. ഇപ്പൊ 18 കൊല്ലം കഴിഞ്ഞു. ചെത്തനാപ്പി ഇപ്പൊ കാണൂ. കർത്താവിന്റെ തീരുമാനങ്ങൾ നമുക്കറിയില്ലല്ലോ ഫിലിപ്പോസേ. ഈ ക്യാമറ വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. അത് ഷോഴി കൂടെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്നും കൊണ്ടൊന്നും ഇറക്കാൻ പറ്റില്ല. ഒരു സംഭവമുണ്ട്. എന്നടാ? ഈ സ്റ്റീഫന്റെ ക്യാമറ വണ്ടി ഉണ്ടല്ലോ, അത് വലിയ സെറ്റപ്പാണ്. നമ്മുടെ ഈ റേസൊക്കെ തമിഴ്നാടിരുന്ന് കാശിയ ടീംസ് കാണുന്നുണ്ട്. എന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞു? എടാ, എന്നെ എൻ്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. അയാൾ ഈ റേസൊക്കെ കാണുന്നൊരു വണ്ടി ഭ്രാന്തനാണ്. അയാൾ നമ്മളെ കഴിഞ്ഞ റേസും കണ്ടു. ഷൂട്ട് തീരുന്നതിന് മുമ്പ് ഇങ്ങനെ വല്ല റേസ് നടത്തിയിട്ട് എന്തൊക്കെ സംഭവിച്ചാൽ ആ പടം നിൽക്കില്ല എന്ന് പറഞ്ഞ് അയാളും മുട്ടം തെറി വിളി. പിന്നെ ഞാൻ നമ്മുടെ ഡയറക്ടർ സാറെ വിളിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇപ്പം ഇവിടെ നടക്കുന്നത് മൊത്തം വേറെ എവിടെയായിരുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. സ്റ്റീഫൻ നമ്മളെ വെച്ച് കാശുണ്ടാക്കുകയാണല്ലോ ഇപ്പം. പക്ഷേ ഈ സ്റ്റീഫൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പുറകെ ആരും ഉണ്ട്. എടാ, നമുക്ക് ഈ റേസിൽ നിന്ന് വരിഞ്ഞാലോ? പോടാന്ന്. റേസ് നടക്കട്ടെ. ഞാൻ ആദ്യം മുന്നിൽ കയറും. പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ പുറകെ നിന്നോണം. ശരി. സ്റ്റീഫനിട്ടൊരു പണി കൊടുക്കണം. അവനൊരു പണി കൊടുക്കണം. എന്നാ പിന്നെ ഞാൻ തുടങ്ങട്ടെ മോളെ. ചേട്ടാ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. അതിപ്പോ റേസ് അല്ലേ മോളെ. അങ്ങനെയല്ല. നീ ഒന്നും പേടിക്കണേ, ഞാൻ സൂക്ഷിച്ചോളാം. കുട്ടിയുടെ ചേട്ടൻ ഒരു സാഹസികനാണെന്ന് കരുതി കുട്ടി പേടിക്കണ്ട. സിനിമയിലെ സ്റ്റണ്ടൊക്കെ എൻ്റെ ഡൂപ്പേ ചെയ്യൂ. കുറച്ച് സ്റ്റണ്ടൊക്കെ ചേട്ടൻ തന്നെ ചെയ്യുന്നതാ എനിക്കിഷ്ടം. സാമുവലിന്റെ മെമ്മോറാണ്ടത്തിനായി ഇവിടെ നടത്തുന്ന ഈ ബൈക്ക് റേസ് ഗംഭീരമായി നടത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാ പിന്നെ ഈ സന്തോഷം വളരെ നേരത്തെ കിട്ടത്തില്ലായിരുന്നു. നിന്റെ അല്പം നേരത്തെ മരിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഈ ബൈക്ക് റേസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന്റെ അഭിമാനവും ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുമായ പുത്തൻവീട്ടിൽ രാജേന്ദ്രനെ ഏൽപ്പിച്ചുകൊള്ളുന്നു. പോയി ഉദ്ഘാടനം ചെയ്തു. പുത്തൻവീട്ടിൽ രാജേന്ദ്രോ സുഖമാണോ?
എന്തുവാടാ പിള്ളേരെ വാഴപ്പടി ഷാപ്പ് എന്ന് പറഞ്ഞിട്ട്? വാഴപ്പടി ഷാപ്പ് ഇങ്ങോട്ട് വാടാ. കേബിളിനകത്ത് ഇടാനാ? നീ ഇവന് പറയാൻ എന്താന്ന് കേൾക്കണമല്ലോ. ആർക്കാണ് പറ്റി നീ കാണിക്കുന്നത്? ലൈവായിട്ട് കയറിപ്പോന്ന് എനിക്കറിയാം. അറിയോ? പക്ഷേ അത് ആര് എപ്പോ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. നീ ലൈവ് കാണിക്കുന്നത് ആർക്കാടാ? പൊട്ടിക്കണല്ലോ. ഇത്രയും നേരത്തെ റേസ് അവര് കണ്ടതല്ല. റേസ് തീരുന്നതിന് മുൻപ് ഓടിക്കുന്ന 8 എണ്ണത്തിൽ ഒരുവൻ അങ്ങ് ചാവും. അവന്മാരോട് ബെറ്റ് വെക്കാൻ പറ. ആരാണ് ചാവുന്നതെന്ന് ബെറ്റ് വെച്ചാൽ ബെറ്റ് വെക്കുന്നതിന്റെ 5 ഇരട്ടി. ഇത് സണ്ണിയുടെ ഈ നാട്ടിൽ അവസാന കളിയാ. പണം വാരിയിട്ടേ സണ്ണി ഇവിടുന്ന് പോകൂ. വാടാ മുതലേ. എന്നാ പിന്നെ തുടങ്ങാം. ചൊല്ലിടും മനിതനെ താക്കൂരിമ നിറഞ്ഞിടും ഹൃദയമേ കാഴ്ച കാലങ്ങളേറെ മായാ കാഴ്ച മണ്ണിന്നുമേറെ കാലാകാലം കാലാതീത കഥകളോ മായാലോകം മായാസുരൻ തീർത്തതോ മണ്ണും മണുവും പുഴുപഴവും മരവും മനുവൊടുവിൽ നിൻ പാപം തീരുമോ കായും കരിയും പൂയിലയും ചെണ്ടും കാമാറിയിൽ നിർത്തിക്കേഴും നീ താരാ മോക്ഷമേ. എന്റെ മോന്റെ പടത്തിന്റെ പോസ്റ്റർ എവിടെടാ? ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയി നായനാരെ കണ്ടു. കേരളം മുഴുവനും ഭാർഗവിയുടെ മോന്റെ പോസ്റ്റർ ഒട്ടിച്ചാ മതിയെന്നാ നായനാര് കളക്ടർക്ക് ഓർഡർ കൊടുത്തത്. എന്റെ മോനെ മോനെ കെട്ടിയനിട്ടേച്ചും പോയി. ആകെ ഉണ്ടായിരുന്ന പയ്യൻ ചത്തും പോയി. പിന്നെ അങ്ങനെ ഭ്രാന്തില്ലാണ്ടിരിക്കും. എടീ നീ ഇച്ചിരി ചായക്ക് വെള്ളം അതിനകത്ത്. ഈ പാതിരാത്രിക്കോ? ഉറക്കം വരുന്നില്ലടി. അപ്പാ എന്നാലും ആ ചെത്തനാപ്പി എന്ന് പറഞ്ഞ നിങ്ങളെക്കാളും കാര്യമായിരുന്നു പിള്ളേർക്ക്. എന്താടാ? ചെത്തനാപ്പി ഗ്രൗണ്ടിലുണ്ട്. വാ 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 ഓടി വാ.
എൻ്റെ പാപ്പിച്ചേട്ടാ 18 കൊല്ലമായിട്ട് ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞാൽ പത്രത്തിൽ കൊടുക്കാം, TV കൊടുക്കാം, പള്ളിപ്പെരുന്നാൾ നടക്കുന്നിടത്ത് കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിക്കാമല്ലോ അല്ലേ? അച്ഛൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഒന്നും വായിക്കാറില്ലല്ലേ? വാ അച്ചോ, കാപ്പി കുടിക്കാം. ഇയാൾ ശരിക്കും എൻ്റെ ഫ്രണ്ടാണോ? ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് അച്ഛൻ. ഈ ചെത്തനാപ്പി എന്ന് പറയുന്നത് നമ്മുടെ എബ്രഹാം ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഓ നീ ഇപ്പൊ വലിയ വണ്ടിയെ പണിയത്തുള്ളല്ലോടാ. ഇതെന്റെ മുത്താടാ. ഞാൻ പണ്ട് ഈ പള്ളിയിലുള്ള കാലത്ത് എന്റെ രാജ്ദൂത് പണി നശിപ്പിച്ചാരാ ഇയാള്. അതൊക്കെ എന്നാലും എനിക്ക് ഉറപ്പായിരുന്നു നീ ചത്തിട്ടില്ല എന്നുള്ളത്. ഹനുമാൻ ചിരഞ്ജീവിയല്ലേ? അറിയാവുന്ന പണി ചെയ്താ ഇത് ഞാൻ ചെയ്തോളാം. മറ്റവരൊക്കെ എന്തിയടാ? മുള്ളൂർക്കാരൻ സീതയെ കെട്ടി. പാപ്പച്ചായന്റെ മോളും കുമ്പളയും ഇപ്പൊ തൊടുപുഴയില്, ചൊവ്വര ഗൾഫിനും പോയി. പാവം പൂങ്കുന്ന. വിഷമിക്കാതെ ചെത്തനാപ്പി, ഒന്നുമല്ലേലും അവര് ചെത്തനാപ്പി വെച്ച് ഒരുപാട് കളിച്ചതല്ലേ. ചെത്തനാപ്പി അന്ന് അവരെ കത്തിച്ചെങ്കിലും ഒരുത്തനും ചത്തില്ല. പിന്നീട് അവരാരെയും അവിടെ കണ്ടിട്ടുമില്ല. ചെത്തനാപ്പി, ബോധം പോകത്തില്ലേ? വാ, ഞാനൊരു സാധനം കാണിച്ചു തരാം. അച്ചോ, ഈ വണ്ടി ഇനി എനിക്ക് വേണ്ട. ഞാൻ മാനസാന്തരപ്പെട്ടു, എനിക്ക് ദൈവവിളി ഉണ്ടായോ ഇതൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ 18 വർഷമായി ഒരൊറ്റ പൈസ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, ഇനി തൊടത്തുമില്ല. ഇപ്പൊ ഈ വണ്ടി എൻ്റെ കൈ വന്ന പിന്നെ എനിക്ക് ഓരോന്നോരോന്ന് വേണമെന്ന് തോന്നും. അങ്ങനെ പറയരുത്. സാത്താന്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ഞാനാണ് ഈ വണ്ടി മോഷ്ടിച്ചത്. എന്നാ ഈ വണ്ടി നീ അങ്ങെടുത്തു, ഞാൻ മനസ്സറിഞ്ഞു തരുന്നതാ. എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ശബ്ദം കേട്ടോ? സിംഫണി. ഇത്രയും മനോഹരമായ ബൈക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവ് എത്ര മിടുക്കനായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. അച്ചോ, ഇവിടെ കയറി വന്നപ്പം എന്നെ ഇവിടെ ആക്കിയത് അച്ഛനാ. ഇപ്പോ എന്നെ എൻ്റെ കുടുംബത്തിന്റെ കൂടെ ചേർത്തു. 78 ഞാൻ അംബാലയിൽ നിന്ന് വാങ്ങിച്ച ഈ SD ഇനി അച്ഛനുള്ളതാ. കറങ്ങി തിരിഞ്ഞ് കർത്താവ് ഇത് അച്ഛൻ്റെ കയ്യിൽ എത്തിച്ചെന്ന് കരുതിയാ മതി. Santa Monica